ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ നിസ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ നിസ്തുതി. നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർത്തിലല്ലയോ കിടന്നോർത്തു നോക്കിയാൽ, മാത്രമല്ലയോ വനിച്ചവൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ. മാറ്റമില്ലാത്ത നിന്റെ കൃപയാ, ഓ മാറ്റിയല്ലോ എൻ ജീവിതത്തെ. അതുകൊണ്ട് വർണ്ണിച്ചിടാൻ എനിക്ക് വരാവുന്നതാണ്. ഓ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ. എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ഇന്ന് നിന്നെ അപമാനത്തോടുകൂടെ നോക്കിയവർ നാളെ നിന്നെ അഭിമാനത്തോടുകൂടെ നോക്കണമെങ്കിൽ നിന്റെ പുറത്ത് ആര് വരണം? നിന്റെ അകത്ത് ആര് വരണം? യേശു വരണം. യേശു വന്നാൽ അപമാനത്തോടുകൂടി നോക്കിയ സ്ഥാനത്ത് അഭിമാനത്തോടുകൂടെ എൻ്റെ കർത്താവ് നോക്കാനിടയാക്കി മാറ്റും. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു കേട്ടോ. എൻ്റെ അപ്പനല്ല എന്നെ വിശ്വാസത്തിലോട് കൊണ്ടുവന്നത്. സമാധാനം എന്തെന്നറിയാത്ത ഒരു കുടുംബത്തിനകത്താണ് ഞാൻ കിടന്നത്. ഒരു മദ്യപാനിയുടെ ഭവനം എന്ന് പറയുന്നത് അത് ഭയങ്കര തകർന്നൊരു കുടുംബമാണ്. പലരും എന്നെ നോക്കി പറഞ്ഞു, നീ നിന്റെ അപ്പനെ പോലെ മദ്യപാനിയായി മാറുമെന്ന്. പലരും എഴുതിയ വിധിയെ മാറ്റി എഴുതാൻ എൻ്റെ കർത്താവ് സഹായിച്ചു. കർത്താവിനെ ഞാൻ എന്നു മുതൽ അകത്ത് സ്വീകരിച്ചോ അന്നു മുതൽ ലോകം എഴുതിയ വിധികളെല്ലാം കർത്താവ് മാറ്റി.
ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുകയാണ്. ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല. എൻ്റെ അപ്പൻ പാസ്റ്ററായിട്ടോ അല്ലെങ്കിൽ വിശ്വാസിയായിട്ടോ എൻ്റെ അമ്മ വിശ്വാസത്തിലോ വന്നിട്ടല്ല എന്നെ കർത്താവ് ഇത്രയും മാനിച്ചേ. തകർന്ന സമയത്ത് എന്നെ തലോടിയൊരു യേശുവിൻ്റെ സ്നേഹമുണ്ട്. ഇന്ന് രാത്രിയിലും ആ സ്നേഹം ഇതിനകത്ത് ആരെയൊക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഒന്ന് മാനിപ്പാൻ, നിന്നെ ഒന്ന് ഉയർത്താൻ കർത്താവ് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് അറിയാവുന്ന ചില പാട്ടിന്റെ വരികൾ പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കണം. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സാധ്യതകളോ എല്ലാ സാധ്യതകളും അസ്തമിച്ച സമയത്ത് ഒരു സ്നേഹത്തിന്റെ കരം, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത ഓ ഇത്രത്തോളം ജയം തന്ന ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓരോ ഒന്നുകൂടെ ശക്തിയോടെ പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ കർത്തൃദിവസത്തിൻ്റെ വൈകുന്നേര സമയം നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിങ്കൽ കൂടി വരാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമുഖം പറഞ്ഞ് വലിയൊരു നീട്ടൽ സമയം കളയുന്നില്ല. ദീർഘനാളുകളിലെ നമ്മുടെ ആഗ്രഹമാണ്. ഞാൻ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറുകൾക്കെല്ലാം ഞാൻ ബൈജു പാസ്റ്ററെ വിളിക്കാറുണ്ട്. ഞാൻ ഈ സമയത്ത് വിളിക്കുമ്പോൾ ദേവദാസൻ പറയും, ദേവദാസനെ ഡേറ്റ് ഇല്ല, കൊടുത്തുപോയി. ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വളരെ അടുത്ത സ്നേഹിതനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ പ്രവീണിനോട് പറഞ്ഞു, പ്രവീണിനെ സൺഡേ ഈവനിങ് അദ്ദേഹം സമയം കിട്ടുമായിരിക്കും, ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ വിളിച്ചു. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈവനിങ് സർവീസിൽ കർത്തൃദാസനെ ദൈവം കൊണ്ടുവന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസനാണ് പാസ്റ്റർ ബൈജു കട്ടാക്കട അവர்கள். അദ്ദേഹത്തിൻ്റെ ഹൊസന്ന AG വർഷിപ്പ് സെൻറ്റർ കാട്ടാക്കട, ആമേൻ, ആ അനുഗ്രഹിക്കപ്പെട്ട സഭ
അവിടെ അനേകർ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്തൃദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ശ്രേഷ്ഠനായ ക്രിസ്തുവിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഡാനിയൽ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നേക്ക് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് പഴയ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു നൈറ്റ് പ്രെയർ നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലാണ് കർത്താവിൻ്റെ ദാസനെ എനിക്ക് കാണാനും ആ കാലഘട്ടത്തിൽ ശക്തമായ നിലയിൽ ദൈവം തന്നെ ഉപയോഗിക്കുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഒരുപാട് പ്രാവശ്യം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രാവശ്യം എന്നെ വിളിച്ചു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും വരാൻ കഴിയാത്ത നിലവാരങ്ങളായിരുന്നു. എന്നാൽ എല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതികളെ പൊളിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കൃപയാൽ ഇന്ന് രാത്രി വന്നുചേരുവാൻ കർത്താവ് സഹായിച്ചു. പ്രവീൺ പാസ്റ്ററിനെ വിളിച്ചു, മറ്റ് കർത്തൃദാസന്മാരൊക്കെ എന്നെ ക്ഷണിച്ചു. എന്തുവായിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ടൊരു ഗായകൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ റോവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സഹശുശ്രൂഷകരായി കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹിതരായ കർത്തൃദാസന്മാർ, പ്രത്യേകിച്ച് ഇവിടുത്തെ വിശ്വാസികൾ, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ഈ ആരാധനകളിലായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവമക്കൾ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നഗും പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. മതി, നമുക്കൊരു നിമിഷം കണ്ണുകൾ മൂടാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച്, കർത്താവേ, ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. അകത്തളങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന നിരവധി കുരുക്കുകൾ നിമിത്തം അടുത്ത തലത്തിൽ തലയെടുത്തുയരുവാൻ കഴിയാതെ അഹവളത്തിൽ വെല്ലുവിളിക്കുന്ന ഫറവോന്റെ അധികാരത്തിൻ്റെ അടിവേരുകൾ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് അഴിച്ച് ഞാൻ ആകേണ്ട നിലയിൽ ഒന്ന് ആയിത്തീരേണ്ടതിന് എന്നെക്കുറിച്ചുള്ള ദൈവികമായ വ്യക്തിപരമായ ഉദ്ദേശത്തിൻ്റെ തലങ്ങളിൽ എന്നെ കൊണ്ടെത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഉണർവിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ തിങ്ങി നിറയുന്ന നിലകളിലേക്ക് ഈ സഭയെ ദൈവം വളർത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ വളർച്ചകൾക്ക് വിരോധമായി വെല്ലുവിളി ഉയർത്തി വ്യാപിച്ചു നിൽക്കുന്ന പട്ടണത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കുഴിമാടങ്ങൾ ഇന്ന് രാത്രി തകർന്നു ഉടയുന്ന രാത്രിയായി തീരണം. പട്ടണത്തിൽ ദൈവജനത്തെ തടയുന്ന സകല കെട്ടുകളും ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയായി തീരട്ടെ. ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ നടുവിൽ ഒരല്പസമയം തിരുവചനങ്ങളെ ശ്രദ്ധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കണം. വചനത്തിൻ്റെ വാതിൽ തുറക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അടുത്തിരിക്കുന്നവർക്ക് ഒരു പ്രൈസ് ദി ലോർഡ് ഒന്ന് കൊടുത്താട്ടെ. നേരത്തെ നിങ്ങൾ കൊടുത്തതാണ് എങ്കിലും ഒന്നുകൂടെ. ശരി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു സഭയിൽ ചെന്നപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, നല്ലൊരു തുടക്കമാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്തില്ല. വീണ്ടും പറഞ്ഞു, സിസ്റ്റർ ഒന്ന് കൂടെ, ഇവർ കൊടുത്തില്ല. പിന്നെ ഞാൻ ടെൻഷൻ ആകണ്ടെന്ന് കരുതി ഞാൻ വചന ശുശ്രൂഷയിലോട്ട് കടന്നു. ആരാധന കഴിഞ്ഞതിന് ശേഷം പാസ്റ്ററോട് ചോദിച്ചു, എന്നാ പാസ്റ്റർ അമ്മാവി മരുമോളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്തുവായിരുന്നാലും വലിയ ഉടക്ക് നടക്കാതെ മീറ്റിംഗ് അവസാനിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇന്ന് രാത്രി നിങ്ങൾ ഒന്നും പ്രാപിച്ചില്ലേലും അടുത്തിരിക്കുന്നവരാരാണെന്ന് അറിഞ്ഞാൽ ഇന്ന് രാത്രി വലിയൊരു വിടുതലാണ്. അടുത്ത് കിടക്കുന്നവരാരാണെന്നുള്ള അറിവിൻ്റെ വെളിപ്പാട് അകത്ത് കയറിയപ്പോൾ അടുത്ത് കിടന്നവൻ അറിയാതെ ആൾ ഇറങ്ങിപ്പോയി. പക്ഷേ അടുത്ത് കിടക്കുന്നവൻ ഓരോ ചലനങ്ങളും തൊട്ടടുത്ത് കിടക്കുന്നവൻ്റെ ചലനങ്ങൾ വീക്ഷിച്ചാണ് കിടന്നത്.
പാമേൻ പറയാതെ ഇറങ്ങിപ്പോയെങ്കിലും അടുത്ത് കിടക്കുന്നവൻ്റെ ഉള്ളിനകത്ത് ഇവൻ പുറപ്പെടുന്ന പുറപ്പാടിൻ്റെ പുറകിൽ ഞാൻ പുറപ്പെടും, ഇവൻ ശുശ്രൂഷയെ അവസാനിപ്പിക്കുന്ന ഇടത്ത് എനിക്കൊരു ശുശ്രൂഷ ആരംഭിക്കണം എന്നുള്ള വെളിപ്പാടിൻ്റെ അകവെളിപ്പാട് അകത്ത് കയറിയ ഏലീശ ഏലിയാവിൻ്റെ പുറകിൽ യാത്ര ചെയ്ത് ഏലിയാവ് ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ച ഇടത്ത് കാലഘട്ടത്തിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത ഏലിയാവിനെ പോലെ വന്നിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയ അടുത്തിരിക്കരുത്. ഇവിടെ അങ്ങനെയുള്ളവരാരുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയേനെ. കാരണം ഞായറാഴ്ച ദിവസം അങ്ങനെയുള്ള ദിവസമാണ്. അതുകൊണ്ട് വന്നവരെല്ലാം വിടുതൽ പ്രാപിക്കാൻ വന്ന കൃപയുള്ളവരാ. അതുകൊണ്ട് ഈ അടുത്തിരിക്കുന്നവരെ വളരെ ശ്രദ്ധിക്കണം. നല്ല ആരാധിച്ച് ദൈവകൃപ ഏറ്റെടുക്കുന്നവരെ അടുത്തിരുന്നാൽ അവർ വലിയ വിടുതലാണ്. എനിക്ക് എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ചാടി മറിഞ്ഞങ്ങ് ആരാധിക്കും. അതിൻ്റെ കാരണം ആരാധനയുടെ തീക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പറഞ്ഞങ്ങ് പോകും. നമുക്ക് അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നഗും പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഒന്ന് സൂചന തന്നു പോകാം. നിനവെ എന്ന് പറയുന്ന പട്ടണം, ദൈവത്തിൻ്റെ ജനം, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വിളിച്ചു വേർപിരിച്ച ജനം, ദൈവകൃപ ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുത്ത ജനം, ദൈവത്തിൽ നിന്ന് പരമാവധിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഏറ്റെടുത്ത നിനവെ എന്ന് പറയുന്ന പട്ടണത്തിലെ ജനം, അവർ ദൈവത്തിൻ്റെ വഴി വിട്ടങ്ങ് പോയി. ശ്രദ്ധിക്കണം, ദൈവത്തിൽ നിന്ന് പരമാവധി അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ഉയർച്ചകളും ശ്രേഷ്ഠതകളും അവർ പ്രാപിച്ചു. അവർക്കെതിരെയുള്ള അനാക്യർ, ഹൂവിയ, യബൂസിയ, പെരിസിയ, ഹിത്തിയ ജാതീയ ശക്തികളുടെ മുമ്പിൽ അവരെ ദൈവം വളർത്തി വലുതാക്കി തലയെടുത്ത് തല ഉയർത്തി നിൽക്കത്തക്ക നിലകളിൽ ദൈവം ഇസ്രായേലിനെ നിനിവയുടെ പട്ടണത്തിൽ രാജാവ് ഉൾപ്പെടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൻ്റെ കൊഴുപ്പ് അങ്ങോട്ട് കയറി പള്ളയിലങ്ങോട്ട് കയറിയപ്പോൾ ദൈവത്തിൻ്റെ വഴി അങ്ങ് വിട്ടങ്ങ് പോയി. ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവകൃപ ഏറ്റെടുക്കുന്ന ദൈവജനം ദൈവാനുഗ്രഹം കുമിഞ്ഞങ്ങ് കൂടി. ഞാൻ ഈ പറഞ്ഞ പദം ഇനി ഉപയോഗിക്കുന്നില്ല. പിന്നെ അവർക്ക് പ്രാർത്ഥനയും വേണ്ട, പിന്നെ അവർക്ക് ആരാധനയും വേണ്ട, ഉപദേശവും വേണ്ട, വിശുദ്ധിയും വേണ്ട, വേർപാടുമില്ലാതെ ദൈവത്തെ പാടവേ അങ്ങ് മറക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ എപ്പോഴെല്ലാം ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി കളഞ്ഞിട്ടുണ്ടോ, ദൈവത്തെ മറന്നിട്ടുണ്ടോ, അന്നല്ല ദൈവത്തിന്റെ ശിക്ഷാ നടപടികളിലേക്ക് ദൈവം ഇസ്രായേലിനെ ഇറക്കിവിട്ട കാലഘട്ടങ്ങളെ കാണാൻ കഴിയും. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ പ്രവാസങ്ങൾ. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കൃപ പ്രാപിച്ച ഒരുവൻ കൃപ വിട്ട് ദൈവത്തെ വിട്ടുപോയാൽ ദൈവം ശിക്ഷാ നടപടികളിലൂടെ കടത്തിവിടും. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, അത് പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഹുമനിയോസും അലക്സാണ്ടറും വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നുപോയി, ഞാൻ അവരെ സാത്താന്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ വിട്ടുമാറിയ ഉപദേശങ്ങളും തിരുവചന സത്യങ്ങളും അവർ വളച്ചൊടിച്ച് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഈ രണ്ടെണ്ണത്തിനെ സാത്താന്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് പുറത്താക്കി ലോകത്തിൽ ഏൽപ്പിച്ചു, പിശാചിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഒരു വെളിപ്പാട് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ മാറത്ത് പൊഞ്ചങ്ങൾ കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമായ കാലുകളോട് അഗ്നിജ്വാലക്കത്തെ കണ്ണുകളോടുകൂടെ തേജസ്സുവാരി അണിഞ്ഞവനായ 7 നിലവിളക്കിന്റെ നടുവിൽ നടകൊള്ളുന്ന ദൈവത്തിന്റെ തിരുസാന്നിധ്യം വെളിയിലല്ല, ഇന്ന് രാത്രി അകത്താ. എന്ന് പറഞ്ഞാൽ ഈ രാത്രി വെളിപ്പാട് പുറം ലോകമാണ്, അകം ദൈവരാജ്യമാണ്. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണെന്നുള്ള വെളിപ്പാടിന്റെ ആഴം ആത്മാവിൽ രാത്രി തിരിച്ചറിഞ്ഞാൽ ഉദാനാഥരാധന. അങ്ങനെ പൗലോസിന്റെ പദപ്രയോഗമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവനെ കുറിച്ച് ഞാൻ അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് ഞാൻ ചിന്തിച്ചത് എന്നാ ഇത്. അലക്സാണ്ടർ ഹുമനിയോസിനെയും വിശ്വാസ കപ്പൽ തകർന്നു പോയി, അവരുടെ വിശ്വാസം പോയി, ദൈവകൃപ പോയി, അഭിഷേകം പോയി, കൃപാവരങ്ങൾ പോയി, അന്യഭാഷ പോയി, എല്ലാം പോയി. ഇപ്പൊ നേരെ തിരിച്ച് ദൈവസഭയ്ക്കുടെ വളർച്ചയ്ക്ക് ഒരു വിലങ്ങ് തടിയായി
എതിരായി നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അവരെ സാത്താന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഏൽപ്പിച്ചെന്ന് എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് അടിച്ചവനെ പുറത്താക്കി ലോകത്തിന്റെ കൈകളിൽ, സാത്താന്റെ കൈകളിൽ കൊടുത്തു എന്നാണ്. ഇന്ന് പകൽക്കാലം രാത്രി ദൈവമൈവനെ നിരവധി 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 പ്രതികൂലങ്ങളും വെല്ലുവിളികളും പോരുകളും പോരാട്ടങ്ങളും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ശക്തമായ നിലയിൽ കത്തിപ്പടർന്നപ്പോഴും കർത്താവിനെ കെട്ടിപ്പിടിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ദൈവരാജ്യത്തിനകത്ത് നിന്ന് അണ്ണുവിട ചലിക്കാതെ വണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിഞ്ഞു. CSI പാരമ്പര്യം വിട്ട് ഞാൻ ഇറങ്ങി. ഒരു BBSൽ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് എനിക്ക് 16 വയസ്സ്. പ്രവചനാത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും 16-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ നിറച്ചു. 17-ാമത്തെ വയസ്സിൽ SLC പാസ്സായ ഉടനെ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജിൽ പഠിക്കാനായി പോയി. 19-ാമത്തെ വയസ്സിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി തീരാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനിപ്പോൾ 11-ാമത്തെ ഒരു ചർച്ചിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഈ ശുശ്രൂഷ കളത്തിൽ നിന്ന് കളകളാൽ തകർത്ത് കളയാൻ കളകൾ ഒരുപാട് വളർന്നു കയറിയെങ്കിലും കൃപയാൽ അരുമനാഥൻ കള പറിച്ച് ഇന്ന് ഞാനൊരു വെളിപ്പാടി സഭയെക്കുറിച്ച് പറയാം. നന്ദിയോടെ സ്തോത്രം. ആദ്യം വരുന്നവർക്ക് മാത്രമേ ഇതിനകത്തിരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് 2-ാമത്തെ സെക്ഷൻ 3-ാമത്തെ സെക്ഷൻ പാതിരാവോളം ആരാധിക്കത്തക്ക വിധത്തിൽ ഒരു ജനസഞ്ചയം കൂടുന്ന ഒരു കാലഘട്ടം ഈ സഭയ്ക്കകത്തുണ്ടെന്ന് ആത്മാവിൽ പ്രവചിച്ചാൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ അല്പനിമിഷം അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ആരാധിച്ചാട്ടെ. ഇവനകത്ത് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിട്ടേച്ചു വന്ന കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ കൈ ഇറങ്ങി ചെല്ലും. നമ്മൾ ഇങ്ങോട്ട് കയറി വരാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചെറിയൊരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. കൃപയാൽ ദൈവം നിലനിർത്തി. ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഈ ദൈവിക ശുശ്രൂഷക്കകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ആമേൻ. പിന്നെ നിൽക്കുന്നു എന്ന് തോന്നുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാകരുണയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഇന്ന് പകൽക്കാലം ഇറങ്ങിയപ്പോൾ അല്പം ലേറ്റായി. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞടാ, എത്തുമോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ ചവിട്ടി പിടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചവിട്ടി പിടിക്കണ്ട, നമ്മൾ കൃത്യ സമയത്ത് അവിടെ എത്തും. ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കത്തുന്നത് കൊണ്ടാണ് തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയത്. ദൈവത്തിന് സ്തോത്രം. അല്പം തിരക്കുണ്ടായിരുന്നു. കവടിയാറ് വന്നപ്പോൾ റോഡ് പണി, അയ്യോ ഇവിടെ കയറണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും ദൈവം റോഡുകൾ വെട്ടി വെട്ടി തെളിച്ച് തടസ്സങ്ങളെ മാറ്റി വരുവാൻ ദൈവം ഇടയാക്കി. എന്ന് പറഞ്ഞാൽ നീ പേടിക്കാതെ, നിന്റെ പുറകിലല്ല ദൂതൻ, നിന്റെ മുമ്പിലാണ് ദൂതൻ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 45, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പേ വേറെ ഒരാള് ഇറങ്ങി കഴിഞ്ഞിരിക്കും. അത്രയും പറഞ്ഞ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുന്നു. എന്തുവരുമാനും നമുക്ക് വേഗത്തിൽ കടന്നു വരാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1 അവിടെ വായിക്കുന്നത്, യഹോവ കഷ്ടകാലത്ത് അവൻ നമുക്കൊരു ശരണമാണ്. അവൻ നമുക്ക് ഒരു ശരണമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയാണ് എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് നല്ലവനാണ് എന്നാണ് ആദ്യത്തെ വെളിപ്പാട്. 2, അവൻ നമുക്കൊരു കോട്ടയാണ്. 3, അവൻ നമ്മെ അറിയുന്നു. 3 കാര്യങ്ങൾ, 3 അറകളുള്ള തേൻ കൂടുകളാണ്. ഈ അറയ്ക്കകത്തോട്ട് കയറിയാൽ ഭക്തന്, പ്രാർത്ഥിക്കുന്നവന്, ആരാധിക്കുന്നവന് ഇറങ്ങി വരാൻ വലിയ പാടാ. അതിൻ്റെ അർത്ഥം അത്ര നിഗൂഢമായ വെളിപ്പാട് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 3 അധ്യായമേ ഉണ്ടെങ്കിലും 3000 കോടി മർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അധ്യായമാണ് നഹൂം പ്രവചനം എന്ന് പറയുന്നത്. ഈ നിനവയിലെ ഈ ഇസ്രായേൽ ഈ ജനമൊക്കെയും ദൈവത്തെ വിട്ടങ്ങ് മാറിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷാ നടപടികളിലേക്ക് ദൈവം ഇവരെ ഇറക്കി വിടുകയാണ്. അസറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവിനെ ഇളക്കി വിട്ട് ഇവർക്ക് പല
അടി കൊടുക്കുവാൻ വേണ്ടിയുള്ള പരിപാടികൾ ദൈവം തയ്യാറാക്കി. നോക്കൂ, അതിൻ്റെ 1-ാം അധ്യായം 2-3 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ പ്രതികാരം ചെയ്യുന്നവനാണ്, യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധമായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, അവൻ പ്രതികാരം ചെയ്യുന്നവനാണ്, അവൻ ക്രോധമുള്ളവനാണ്, ദേഷ്യമുള്ളവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ദൈവത്തിന്റെ വഴി വിട്ടു പോയപ്പോൾ ദൈവത്തിന്റെ ശിക്ഷ നടപടിയുടെ വടി അസിറിയയുടെ രാജാവിന്റെ കയ്യിൽ ഈ സർവശക്തനായ ദൈവം കൊടുത്തവരെ അടിച്ചു ഒതുക്കി റെഡിയാക്കി മടക്കി കൊണ്ടുവരുവാൻ പദ്ധതി ദൈവം ഒരുക്കുമ്പോഴും അർത്ഥം അസിറിയയുടെ കയ്യിൽ, അസിറിയ രാജാവിന്റെ കയ്യിൽ ഇസ്രായേലിന്റെ പിന്മാറ്റത്തിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരാൻ ഒരല്പ കാലഘട്ടം ഇവരെ ഒന്ന് അടി കൊടുത്ത് ഇവരൊന്ന് റെഡിയാക്കാൻ വേണ്ടി ദൈവ വടി കൈമാറുമ്പോഴും 7-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ നല്ലവൻ തന്നെയാണ്. കരങ്ങളൊന്ന് ഉയർത്തിയ ദൈവത്തെ സ്തുതിക്കാം. ശിക്ഷാ നടപടിയുടെ ക്രോധകലശം കുടത്തിൽ നിന്ന് ഒഴിക്കുന്നത് പോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങളും ശിക്ഷാ നടപടി ക്രമീകരണത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി ദൈവം പറയുന്നു, കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് എൻ്റെ സന്നിധിയിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലവനാണ്, ഞാൻ നിങ്ങൾക്കൊരു കോട്ടയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നു. അറിവിൻ്റെ വെളിപ്പാട് അബ്രഹാമിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ആരാധനെ കാണിച്ച അവലക്ഷണത്തിന്റെ മുന്നിൽ 400 വർഷത്തിന്റെ അടിമനുഖത്തിന്റെ അകത്തളത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങൾ നല്ലതുപോലെ അറിയുന്ന ദൈവത്തിന്റെ അറിവിന്റെ വെളിപ്പാടുകൾ 3 ഭാഗമായിട്ടാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 1-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കാതെ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാതെയും ആരാധനയ്ക്ക് വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല അടി കിട്ടേണ്ടതാണ്. പക്ഷേ അവൻ നമ്മളെ അടിച്ചില്ല. അതിന്റെ കാരണം അവൻ നല്ലവനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ആമേൻ, എൻ്റെ ബാല്യകാല പാപങ്ങളൊന്നും എൻ്റെ ബാല്യകാല പാപങ്ങളൊന്നും ഓർക്കരുതേ എന്ന് ദാവീദ് പറയുവാൻ കാരണം, അത് ഓർത്താൽ തിരുസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുകയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ നമ്മുടെ രഹസ്യ പാപങ്ങൾ, നോട്ടം, സംസാരം, പ്രവൃത്തി, നിരൂപണം, കൊടുക്കൽ, വാങ്ങൽ, ജീവിതത്തിൽ വരുന്ന രഹസ്യ പാപങ്ങളല്ല, അറിയുന്ന ദൈവത്തിന്റെ അറിവിന്റെ വെളിപ്പാടിൽ ചുട്ട അടികൾ വാങ്ങിക്കേണ്ട കാലം കഴിഞ്ഞെങ്കിലും ഇന്നും അവൻ നമ്മളെ അടിക്കാത്തതിന്റെ കാരണം അവൻ നല്ലവനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത്, 34-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ അതിപ്രധാനമായൊരു വാക്യം എഴുതിയിട്ടുണ്ട്. അവൻ നല്ലവനെന്ന്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. 1-ാമത്തെ പദമാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണം എന്ന് പറഞ്ഞാൽ, അസ്രിയുടെ കൈകളിൽ ദൈവം ഇസ്രായേലിനെ അടിക്കാൻ മടങ്ങി വരുവിന് വേണ്ടി കൈമാറുമ്പോഴും അകത്തളത്തിൽ ദൈവം വിളിച്ചു പറയുന്നു, 7-ാമത്തെ വാക്യം, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണ്. പ്രാർത്ഥിക്കാതെ നീ കിടന്നുറങ്ങുമ്പോഴും ദൈവം പറയുന്നു, ഉറങ്ങിക്കോ, ക്ഷീണമല്ലേ, ഞാൻ നല്ലവൻ തന്നെ. ആദ്യ പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കേ, 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കേ, 3-ാമത്തെ പ്രാവശ്യം ഉറങ്ങുന്നത് കണ്ടിട്ട് ക്രിസ്തുനാഥൻ 3 പേരോട് പറയുന്നൊരു വാക്കുണ്ട്, ഉറങ്ങി ആശ്വസിപ്പിച്ചു കൊള്ളുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബൈബിലെ, ബലഹീനമായ മനസ്സ്, ബലഹീനമായ കൈ, ബലഹീനമായ ഹൃദയം, ബലഹീനമായ ജീവിത ചൈര്യയുമായി നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാന്റെ മഹാകരുണയാൽ നമ്മെ പൊതിയുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കരുണ എന്ന 3 അക്ഷരമാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവൻ നല്ലവനാണ്. സങ്കീർത്തനക്കാരൻ 34:8 യഹോവ നല്ലവനാണ്, അവൻ നല്ലവനാണ് എന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആളിന്റെ പെരുപ്പത്തിലല്ല ഇന്ന് രാത്രി ദൈവകൃപ ഇവിടെ വ്യാപരിക്കുന്നത്. ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടെ അവനെ ഭക്ഷിക്കേണ്ടതിന്, ആത്മാവിനെ രുചിച്ചറിയേണ്ടതിന്, ദൈവകൃപ പ്രാപിക്കേണ്ടതിന് അടുത്തിരിക്കുന്ന വ്യക്തി ആരെന്നുള്ളത് എനിക്ക് വിഷയമല്ല.
പ്രസംഗിക്കാൻ വരുന്നവ ആരെന്ന് എനിക്ക് വിഷയമല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യത്തെ ഒന്ന് രുചിച്ചറിയുവാൻ ജനത്തിന്റെ ഇടയിലോട്ട് കയറി ഇറങ്ങുന്ന 12 വർഷം രക്തസ്രാവമുള്ളവൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞ് അവൾ വിടുതൽ പ്രാപിച്ചതുപോലെ ഞാൻ ആത്മാവിൽ ഗ്യാരണ്ടി പറയാം, ഇന്ന് രാത്രിയിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ കുറിച്ചു വെച്ചോ, മുന്നോട്ട് പോകും തോറും ജനം കൂടി വരത്തക്ക വിധത്തിൽ പെന്തിക്കോസുകാരല്ല, രക്ഷിക്കപ്പെട്ടവരല്ല, സ്നാനപ്പെട്ടവരല്ല, ജാതികൾ ഇവനകത്ത് വരത്തക്ക വിധത്തിൽ മെഡിക്കൽ കോളേജ് കൈവിട്ട കേസുകൾ, ശാസ്ത്രം കൈവിട്ട കേസുകൾ, ഉടവൻ മന്ത്രവാദിയും ആഭിചാരകന്മാരും ശുദ്രക്കാരും കൈവിട്ട കേസുകൾ നിങ്ങൾ കുറിച്ചു വെട്ടോ. ഈ ആലയത്തിന്റെ മുന്നിൽ ആംബുലൻസ് വരെ വരത്തക്ക വിധത്തിൽ അത്ഭുതത്തിന്റെ നാഴിക കല്ലുകളാക്കി ഉണർവിന്റെ കൊട്ടും കാറ്റ് പോരാ. എല്ലാവരും ഒന്ന് ആരാധിച്ചാട്ടെ. കൃപ ലഭിച്ച വയ്യമക്കൾ അന്യഭാഷയിൽ ആരാധിച്ചേ. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി ആ തേജസ്സിനെ അനുഭവിക്കണം, ആ ദൈവ കൃപയെ ഇന്ന് രാത്രി അനുഭവിക്കണം, ആ അഭിഷേകത്തെ ഇന്ന് രാത്രി ഒന്ന് അനുഭവിച്ചറിയുന്നവർ കരങ്ങളെ ഒന്ന് അടിച്ചു ദൈവത്തെ ആരാധിക്കാം. ഞങ്ങളുടെ സഭാരാധനയിൽ അതിശക്തമായ ദൈവ സാന്നിധ്യം ഇറങ്ങി. എല്ലാ ഞായറാഴ്ചയിലും ഇറങ്ങാറുണ്ട്. എങ്കിലും ഇന്നത്തെ പകലിൽ ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവം അനുഭവിപ്പാൻ കഴിഞ്ഞു. ആരാധന നിർത്താനേ തോന്നിയില്ല. ആത്മമണ്ഡലത്തിന്റെ ആരാധന നിർത്തുവാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അർത്ഥം ദൈവത്തെ രുചിച്ചൊന്ന് അറിയാനിടയായി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും അതിൻ്റെ മതിൽക്കെട്ടുകളും അതിൻ്റെ വെല്ലുവിളികളും അതിൻ്റെ പോർവിളികളും നമുക്കെതിരായി നിൽക്കുമ്പോൾ അവൾ അകത്തളപ്പിൽ ചിന്തിച്ചോ, ഞാൻ അവനെ രുചിച്ചറിയും. ദൈവത്തെ രുചിച്ചറിയുമ്പോൾ നിന്നെ കൊന്ന് തിന്ന് നിന്റെ ശരീരത്തിനകത്ത് ഒളിച്ചു കിടക്കുന്ന ബാധയില്ലേ, അത് ഇന്ന് രാത്രിയിൽ നിന്ന് കത്തും. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ കരിയുന്ന രാത്രിയാണ്, ചില ബന്ധനങ്ങൾ എരിയുന്ന രാത്രിയാണ്, ചില ബന്ധനങ്ങൾ തകരുന്ന രാത്രിയാണ്. വെറുതെ പറഞ്ഞവല്ല. ഇന്ന് രാത്രി സാന്നിധ്യം അനുഭവിക്കുന്നവർ ആത്മമണ്ഡലത്തിലും ആരാധിച്ചു കയറിക്കേ. വർഷങ്ങൾ കൊണ്ട് ഞാൻ ആത്മമണ്ഡലത്തിൽ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലരും പറയാറുണ്ട്, പാസ്റ്ററെ, തിരുവനന്തപുരം പട്ടണത്തിൽ എവിടെയെങ്കിലും ഞായറാഴ്ച വൈകുന്നേരം ഒരു പ്രയർ പാസ്റ്ററിന് നടത്താമെങ്കിൽ ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായിരിക്കും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു പ്രയർ ഞങ്ങൾ ആരംഭിച്ചു. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കത് മുന്നോട്ടോട്ട് പോകാൻ പറ്റിയില്ല. കാരണം എല്ലാ ദിവസവും ശുശ്രൂഷ, അത് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ സഭാരാധനയോടെ കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റുകയില്ല. ശാരീരികമായുള്ള ദണ്ഡനം, പിന്നെ ചെന്ന് കിടന്ന് പിന്നെ ഇറങ്ങി പിന്നെ നമ്മൾ സിറ്റിയിൽ നടക്കുകയില്ല. എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, പിന്നെ ഞാൻ ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ക്ഷീണമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ മധ്യവയസ്സനായതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. ക്ഷീണമൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഒരുപാട് പേര് ആ മീറ്റിങ്ങിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് പറ്റണ്ടേ? ഇന്ന് രാത്രിയിൽ ഈ സഭയ്ക്കകത്ത് ഇത്രയും പേരല്ല എന്നെനിക്കറിയാം. വരാത്തവരാരും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി വന്നവരെല്ലാവരും വിടുതൽ പ്രാപിക്കാൻ വന്നവരാ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആൾക്കാരാണ് ഇന്ന് രാത്രി വന്നത്. വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് രാത്രി വന്നത്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു വിടുതൽ കിട്ടിയേ പറ്റൂ. എൻ്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചേ പറ്റൂ. എൻ്റെ കെട്ട് ദൈവം അഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വൈകുന്നേരം ഒന്ന് കിടന്നു ഉറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി നീ ഇവിടെ വന്നെങ്കിൽ ഉറപ്പായി പറയാം, ബാധകൾ നിന്ന് കത്തും. രുചിച്ചറിയുക,
പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്: ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന്. ആ പദം എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ എത്രത്തോളം യേശു ക്രിസ്തുവിന്റെ മഹാശക്തി ശരീരത്തിൽ ഏറ്റെടുക്കാൻ കഴിയുമോ അതുപോലെ ഏറ്റെടുക്കാൻ തുറന്നു വെച്ച ഒരു കുടം പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിധിയില്ലാതെ, പരിമിതികളില്ലാതെ ഇന്ന് രാത്രി ദൈവകൃപ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ തട്ടിയും ആരാധിക്കാം. ആരാധനയ്ക്ക് വരുന്നവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രിയിൽ എനിക്ക് അവനെ അനുഭവിക്കണം, അവനെ എനിക്ക് തൊടണം, അവന്റെ സാന്നിധ്യം എനിക്ക് ഏറ്റെടുക്കണം, അവന്റെ കൃപ എനിക്ക് അനുഭവിക്കണം, എനിക്കൊരു വിടുതൽ വേണം എന്ന് ആഗ്രഹിച്ചു വന്ന നിന്നെ ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിന്റെ മൂട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കുടം, അത് കമഴ്ത്തി വെച്ചാൽ വെള്ളം ചിതറും, കുടം നിറയത്തില്ല. പക്ഷേ ആ കുടം അതിൻ്റെതായ നിലയിൽ അത് തുറന്നിരിക്കുന്നു എങ്കിൽ പൈപ്പിലെ വെള്ളം നിറഞ്ഞ് 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 എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാത്താന്റെ മുള്ള്, ഈ ബന്ധനം, അതിന്റെ കെട്ടഴിയേണ്ടതിന്, ആ കെട്ടിനെ തടയേണ്ടതിന് എത്രത്തോളം ദൈവശക്തി എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ അത്രത്തോളം ഏറ്റെടുക്കാൻ തന്റെ ബലഹീനമായ ശരീരം ആത്മാവിന് വിട്ടുകൊടുത്തതുപോലെ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കരങ്ങളെ ആടിച്ച് ആത്മാവിലും ആരാധിച്ച സാന്നിധ്യത്തിന്റെ അറകൾ ഈ രാത്രി ദൈവകൃപയ്ക്ക് വിട്ടുകൊടുക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകുന്ന ദൈവമക്കൾ ആരാധിച്ച് കയറിക്ക്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എനിക്കൊരു വെളിപ്പാട് വരുന്നത്, നീ അറിയാതെ നിന്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന എത്രയും സ്കാനിങ്ങും അറിയാതെ കണ്ണുകൾക്ക് പെടാതെ നിന്റെ കുടുംബത്തിലും നിന്റെ തലമുറയിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും മറഞ്ഞു കിടന്ന് നിന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തി ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന അനുഭവത്തിന്റെ മുന്നിൽ, ആ സാന്നിധ്യത്തിന്റെ മുന്നിൽ, ആ അഭിഷേകത്തിന്റെ മുന്നിൽ, ആ കൃപയുടെ മുന്നിൽ ഈ രാത്രി ജയോത്സവം ചർച്ച് വളർന്ന് പന്തലിച്ചാൽ ഞങ്ങളുടെ ഇരിപ്പിടവും ഞങ്ങളുടെ അടിത്തറയും ഇളകുമെന്ന് കണ്ടിട്ട് ഈ ആലയത്തെ തകർത്ത് കളയുവാൻ, ആത്മാക്കളെ തടയാൻ വഴിയിൽ വരുന്നവരെ വഴിയിൽ വെച്ച് ചെതിർത്ത് അവരെ ഓട്ടിപ്പിക്കുന്ന ഈ പട്ടണത്തിലെ ഒരു ഗൂഢാലോചനയുടെ ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. വിശ്വസിക്കുന്നവർ ആരാധിച്ചുകർ ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഒരു പ്രീ പ്ലാന്റിംഗ് ആണിത്. ഈ പ്രാർത്ഥന ഒരു യുദ്ധമാണത്. യേശുവിന്റെ നാമത്തിൽ സഭയുടെ അടുത്ത ലെവലിലേക്ക് സഭ കയറുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ബോക്സ് അല്പം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ തലയിൽ വാരി തട്ടിയ പ്രവചന ശബ്ദങ്ങൾ കണക്കിന് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. 2025 അത് നിറവേറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ പലതും നടന്നില്ല. ഇന്ന് രാത്രിയിൽ ആ കൊട്ടകൾ വീണ്ടും നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറിച്ചു വെച്ചോ, 2026 നിന്റെ കാലിയാകും. അർത്ഥം, നീ ചുമക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിറപടിയായി ദൈവം നിവർത്തീകരിക്കുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ ഞായറാഴ്ച വൈകുന്നേരം വന്നവർ ആർത്തിയുള്ളവരാണ്. അവരെ തൃപ്തിയോടെ അയക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വരകത്ത് ചലിക്കുന്നവരായി. ഇവിടെ അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ രുചിച്ചറിയുക.
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അറിവിനകത്ത് കിടക്കുന്ന രുചി എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ് ഒരു വാക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. റോമ ഗവൺമെന്റിന്റെ തടവറയ്ക്കകത്ത് കിടന്നുകൊണ്ട് മരണത്തിന്റെ മണിനാഥം കാവൽ കേൾക്കുകയും മരണത്തിന്റെ മണം തന്റെ മൂക്കിൽ അടിച്ചു കയറുകയും റോമ പടയാളികളുടെ ഈർച്ച വാളിനാൽ ഏത് സമയത്തും എന്റെ തലഛേദനം വരുമെന്ന് പൗലോസിന് നല്ലതുപോലെ അറിവ് തന്റെ അകത്ത് കിടക്കുമ്പോഴും പിശാചിന്റെ ശക്തികൾ വന്ന് പൗലോസേ നീ തീർന്നടാ എന്ന് പറയുമ്പോഴും വാർദ്ധക്യത്തിൽ വിറച്ച് ആ തടവറയിൽ കിടക്കുന്ന പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, മോനെ നീ പേടിക്കാതെടാ, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ശരിയായ ട്രാൻസ്ലേഷൻ, ഞാൻ രുചിച്ചറിയുന്നു. പോരാ, അതിന് ഈ ഉണക്ക ഹല്ലേലൂയ പോരാ. ഇന്ന് രാത്രി കഷ്ടതയുടെ മടുവിൽ, ശോധനകളുടെ മടുവിൽ, വെല്ലുവിളികളുടെ മടുവിൽ തീർന്നെന്ന് പറഞ്ഞവന്റെ മുന്നിലൂടെ നെഞ്ചി വിരിച്ച് നടക്കാൻ നിനക്ക് ദൈവം തന്ന കൃപ, ദൈവം നിനക്ക് തന്ന വിടുതൽ, നീ മുടിഞ്ഞടാ എന്ന് പറഞ്ഞവരുടെ മടുവിൽ വെച്ചടിയായി നിന്നെ ഉയർത്തിയ ദൈവകൃപയുടെ വിടുതൽ ആത്മാവിൽ പിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചു. ഒരു വെളിപ്പാടും കൂടെ ആത്മാവിൽ ആ ഭാഗം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് പറയുന്നു, തീമോഥെയോസേ, അറിവിന്റെ ആഴങ്ങൾ ആ കാലഘട്ടത്തിൽ അറിഞ്ഞവനാണ് ഞാൻ. അന്നത്തെ ഏറ്റവും വലിയ പ്രൊഫസർ ആയിരിക്കുന്ന ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഞ്ചഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിച്ച എനിക്ക് ആയിരക്കണക്കിന് അറിവുകൾ എൻ്റെ തലച്ചോറുണ്ട്. പക്ഷേ അന്ന് പഞ്ചഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അധ്യായമായ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു ആടിനെ അറുക്കുന്നതും അതിന്റെ തോൽ ഉരിയുന്നതും അവിടുത്തെ നഗ്നനായി നിൽക്കുന്ന ആദാമിനെ ഹൗവയെയും ഉടുപ്പിക്കുന്ന ആ ഒരു ഭാഗം ഞാൻ വായിച്ചു, അതിന്റെ അറിവ് കിട്ടി. പക്ഷേ അതിന്റെ ആഴം അറിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായമാണ്. ആ അറുക്കപ്പെട്ട കുഞ്ഞാട് അത് യേശു മശിഹയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാധനയും കയ്യടിയും പ്രാർത്ഥനയും സ്തോത്രവും സ്തുതിയും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ചിലര് പ്രായമുള്ളവരാണ്, ക്ഷീണമുള്ളവരാണ്, അവരെ കുറിച്ചും ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആലയത്തിൽ വന്ന നിമിഷം മുതൽ ആത്മമണ്ഡലത്തിൽ നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയും, നീ തീക്കട്ടയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, നീ വേദനയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ അനുഭവമാണ് നിന്റെ ആരാധന. യേശുവിന്റെ നാമത്തിൽ നിന്റെ അനുഭവമാണ് നിന്റെ ആരാധന. അനുഭവമില്ലാത്തവൻ ആരാധിക്കാൻ കഴിയില്ലെന്ന് അവൻ ഒരുത്തനെയും നോക്കുകയില്ല. ഇന്ന് രാത്രി അകത്തളത്തിൽ കിടക്കുന്ന ആത്മീക അനുഭൂതികൾ ആത്മമണ്ഡലത്തിൽ അനുഭവിക്കുന്ന ഒരു ദൈവവൈബലിന് ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. യെരൂശലേമിന്റെ വീഥികളിലൂടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം, പാവപ്പെട്ട ഇസ്രായേൽ ജനം ഒരു പെട്ടകത്തിന്റെ മുന്നിൽ കിടന്ന് തലകുത്തി നിന്ന് ആരാധിക്കുന്നത് കൊട്ടാരത്തിലെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ദാവീദ് കാണുമ്പോൾ, ആ കൊട്ടാരത്തിനകത്തിരുന്നു കൊണ്ട് കാണുന്ന ദാവീദ് തൻ്റെ രാജവസ്ത്രവും തൻ്റെ തലയിലിരുന്ന രാജാവ് ധരിക്കുന്ന ആ രാജകിരീടവും തൻ്റെ വടിയൊക്കെ എടുന്ന് മാറ്റി അങ്ങോട്ട് പൊഞ്ചങ്കോലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പഞ്ഞനൂലി അങ്കി ധരിച്ച് ഈ ചാടി മറഞ്ഞ് നൃത്തം ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലൂടെ കയറി നിന്ന് താനും വളരെ ശക്തമായി നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ട് തൻ്റെ ഭാര്യ തന്നെ ദുഷിച്ചു. നാണമില്ലേടാ, നിനക്ക് നാണമില്ലേ? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവേ, ഈ പെട്ടകത്തിന്റെ മുന്നിൽ കിടന്ന് നീ നൃത്തം ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യ ദാവീദിനെ നോക്കി പറയുമ്പോൾ ദാവീദ് പറയുന്നത്, നിനക്കറിയില്ല ഈ കൊട്ടാര
കൊട്ടാരത്തിൽ കയറാൻ ഒരു യോഗ്യതയുമില്ലാതെ കാട്ടിൽ കടന്ന എന്നെ നാട്ടിൽ വിളിച്ചു വരുത്തി മിടുക്കന്മാരായ സഹോദരന്മാർ ഉണ്ടായിരിക്കെ അവരുടെ മടിവിൽ വെച്ച് അഭിഷേകം ചെയ്ത് എന്നെ ഇന്ന് രാത്രി നിന്റെ ഭർത്താവാക്കി മാറ്റി ഈ കൊട്ടാരത്തിൽ ഇരുത്തിയത് ഈ പെട്ടകമോ. എത്ര പേര് ശക്തമായി ദൈവത്തെ ആരാധിക്കുന്നു? ഇന്ന് രാത്രി ഭ്രാന്ത് പിടിച്ച് തകർന്ന് തരിപ്പണമായി ജീവിതം ഉടഞ്ഞ് ഈ പട്ടണത്തിലൂടെ നീയും നിന്റെ തലമുറയിൽ പോകേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ കരുണയുടെ കരം ഇറങ്ങി വന്ന് നിന്നെ വിടുവിച്ച് ഈ നിലയിൽ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ കരുണയെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്. ആരുടെ മണ്ണിൽ നിന്നെ ചവിട്ടി മൂടി റീത്തു വയ്ക്കുവാൻ കാത്തു നിന്നവൻ ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിലില്ല. ആ വ്യക്തിയുടെ ആ ശവക്കല്ലറയുടെ അരികിലൂടെ ഇന്നും ഈ കറുത്ത ബൈബിളും പിടിച്ചുകൊണ്ട് യേശു നല്ലവൻ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഈ ജയോത്സവത്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ജയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നിന്നെ തള്ളിവിട്ട ഘടകം എന്തെന്നറിയാമോ? ഇല്ലായ്മയുടെ നടുവിൽ നിന്നും, കണ്ണുനീരിന്റെ മടിവിൽ നിന്നും, വേദനയുടെ മടിവിൽ നിന്നും, നിരാശകളുടെ മടിവിൽ നിന്നും തീർന്നട എന്ന് പറഞ്ഞ 1000 നാവിന്റെ മുന്നിലൂടെ തീർന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ ഉയർത്തി നിന്നെ ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഇന്ന് രാത്രി എത്ര പേർ ആരാധിച്ചു കയറുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു 12 കുടുംബങ്ങളെ ദൈവം എന്നെ ഇന്ന് രാത്രി എടുത്തു കാണിക്കുന്നു. 12 കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ശത്രു മറഞ്ഞു കടന്ന് നിന്റെ ആത്മീകം, നിന്റെ ശാരീരികം, ആത്മീകം, സാമ്പത്തികം, വിദ്യാഭ്യാസം എന്ന് വേണ്ട ജീവിതത്തിന്റെ പല മേഖലകളെയും കാർന്ന് തിന്ന് മറഞ്ഞു കിടക്കുന്ന ഒരു ദുഷ്ടശക്തി നേരത്തെ എനിക്ക് തന്ന പദം തന്നെ പറയുന്നു, ഇന്ന് രാത്രി നിന്ന് കത്തിച്ചാമ്പലാകും. യേശുവിന്റെ നാമത്തിൽ ബാധ ഒഴിഞ്ഞെന്നാണ്. ഇന്ന് രാത്രി ചിലത് ഒഴിയും. നിന്റെ തലമുറയെ വിട്ട് ചിലത് ഒഴിയും. നിന്റെ കടഭാരമിട്ട് വെല്ലുവിളിക്കുന്ന ശക്തി ഇന്ന് രാത്രി ഒഴിയും. നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന ശക്തി ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറും. നിനക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ചില പൈശാചിക കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടുമെന്ന് പോരാ, ഏറ്റവും പുറകിരിക്കുന്നവരൊക്കെ ആരാധിച്ചു കയറിയേ. ഇന്ന് രാത്രിയിൽ ഈ മനോഹരമായ രാത്രിയിൽ, ഈ ശ്രേഷ്ഠകരമായ രാത്രിയിൽ ഇവിടം വിട്ട് നീ ഇറങ്ങുന്നത് വിടുതലോടുകൂടെ ആയിരിക്കും നീ ഇറങ്ങുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ക്രോധകലശം നിനുവയുടെ മണ്ടയ്ക്ക് വീഴുവാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പന വിട്ടുപോയപ്പോൾ നല്ല അടി കൊടുക്കുവാൻ അസ്രയുടെ കയ്യിൽ ദൈവം അടി കൊടുത്ത അനന്തരം ദൈവം പറയുന്നു, ഞാൻ നല്ലവനാണ് നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ അസ്രിയ നിങ്ങളെ തൊടുകയില്ല. ഞാൻ നിങ്ങൾക്കൊരു കോട്ടയായിരിക്കും. എനിക്ക് നിങ്ങളെ അറിയാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ അറിവിൻ്റെ വെളിപ്പാടിലോട്ടൊന്ന് കയറിയാൽ ഇന്ന് എത്ര മണിക്കൂർ ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും നമുക്ക് മതി വരില്ല. അത്ര ആഴമാണ് ദൈവത്തിൻ്റെ അറിവ്. സഭാ ശുശ്രൂഷകരായ ഞങ്ങൾക്ക് ആളുകൾ വന്നില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ, സ്പെഷ്യൽ മീറ്റിംഗ് നടത്തുമ്പോൾ, ദൈവദാസന്മാരൊക്കെ വിളിക്കുമ്പോൾ വരണം 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 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്തോത്രം ഹാമേൻ വരുന്നത് വരെയും തല ഉയർത്തിപ്പിടിച്ച് നോക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ കാരണം വരും ആൾക്കാർ വരണം വിടുതൽ പ്രാപിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഇങ്ങനെ നമ്മൾ കാത്തിരിക്കും. ഞാൻ അങ്ങനെ കാത്തിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ തലയിട്ട് നോക്കി എൻ്റെ കഴുത്ത് വരെ നീണ്ടുപോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ പൊക്കം വെച്ചത് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പാസ്റ്ററിൻ്റെ കണക്കായിട്ടുള്ള സംഭവമാണ്. ഇതാ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നേ. ദൈവത്തിന് ഇതവിടെ നിന്നപ്പോൾ എനിക്കത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നൊരു താല്പര്യം, ഞാൻ പിന്നീട് ചിന്തിച്ചത്, കർത്താവേ ഇപ്പോൾ ഞാൻ ആര് വന്നില്ലെങ്കിൽ ചോദിക്കാനേ പോകുന്നത്. എൻ്റെ വിശ്വാസത്തിൽ ഇരിപ്പുണ്ട്. വില്യച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ സ്തോത്രം. വരാത്തതിനായി സ്തോത്രം, വന്നതിനായി സ്തോത്രം. വന്നവർക്കായി സ്തോത്രം, വരാത്തത് കാരണം ദൈവത്തിൻ്റെ മുന്നറിവാ. ഇന്ന് രാത്രിയിൽ ആരൊക്കെ ഇവിടെ വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അവരെ വരൂ.
ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. അതാണ് ദൈവത്തിൻ്റെ അറിവിൻ്റെ മുൻനിർണയം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കണമെന്നും കർത്താവിൻ്റെ ബസ്റൂബിന് ഇവിടെ പാടണമെന്നും ദൈവദാസൻ ഇവിടെ ഇരിക്കണമെന്നും നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കണമെന്നും ഒക്കെ ദൈവം ജനിക്കുന്നതിനു മുമ്പേ ദൈവം എല്ലാം കണ്ടിരുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് അയ്യോ എന്നാലും നീ വന്നില്ലല്ലോ എന്നാരും വരാത്തവരെ കുറിച്ചൊന്നും പറയണ്ട. അതിൻ്റെ കാരണം ഇന്ന് അവർ വരണമെന്നുള്ളത് ദൈവ നിശ്ചയമല്ല. വരേണ്ടവരെല്ലാം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല, സാത്താൻ തടഞ്ഞതാ. അങ്ങനെയൊന്നും തടയാനൊന്നും പറ്റത്തില്ല. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കാൻ ദൈവം നിൽക്കുമ്പോൾ വരുവാൻ ആഗ്രഹിക്കുന്നവനെ തടയാൻ പിശാചിന് കഴിയുകയില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സാത്താനവനെ തടയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ സാത്താനാണ് വലിയവനെന്ന് പറയേണ്ടി വരും. സാത്താനവന്റെ വഴിയെ തടയാൻ പറ്റത്തില്ല. അവൻ തടയാൻ നോക്കും, പക്ഷേ അവൻ താമ്ര കതവുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഊട്ടച്ച് അവൻ തന്റെ ജനത്തെ മറവിടത്തിലെ ഗുപ്തനിധികളും ഇരുട്ടിലെ നിക്ഷേപങ്ങളും മടക്കിക്കൊടുത്ത് നെബൂഖദ്നേസർ രാജാവ് പിടിച്ചടക്കിയ ഇസ്രായേലിന്റെ അവകാശങ്ങള് മടക്കിക്കൊടുക്കാൻ ഭക്തന്റെ കൈകളിൽ, ദൈവദാസന്റെ കൈകളിൽ, പ്രാർത്ഥിക്കുന്നവന്റെ കൈകളിൽ താക്കോല് കൈമാറും ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് ആഴങ്ങളിലേക്ക് നമുക്ക് വരാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എങ്ങനെ രുചിച്ചറിയും? യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യങ്ങൾ സുപരിചിതമായ വാക്യമാണ്. ഒരുപാട് മർമ്മങ്ങൾ അതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. ഈ തേങ്ങാ പിണ്ണാക്കിൽ വെള്ളമെടുത്തൊഴിച്ച് ഈ തേങ്ങാ പിണ്ണാക്ക് കയറി അങ്ങ് പെരുകും. ഇതുപോലെയാണ് വചനത്തിൻ്റെ മർമ്മങ്ങൾ. അത് എത്ര പ്രസംഗിച്ചാലും തീരുകയില്ല. അതിങ്ങനെ പൊങ്ങി 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 വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നവരുടെ ആശയം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അവിടെ വിരുന്നുവാഴി ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ വിട്ടേച്ച് നിങ്ങൾ അല്പനിമിഷം പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വിരുന്നുവാഴി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? വിരുന്നുവാഴി ചോദിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താഴോട്ട് വായിക്കാം, അവരുടെ 10-ാമത്തെ വാക്യത്തിലോട്ട് വരാം. എന്താ വായിക്കുന്നത്? ആമേൻ ആമേൻ, എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് വെള്ളമൊക്കെ ചേർക്കും. നമ്മുടെ ഒരു കല്യാണം ഇവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഈ പായസമൊക്കെ തീരുമ്പം പിന്നെ ഗോതമ്പ് മാവും മൈദയൊക്കെ കലയ്ക്ക്. അതുകൊണ്ടാണ് നേരത്തെയൊക്കെ ചെന്ന് കയറിയാൽ നല്ല ഒറിജിനൽ പായസം കുടിക്കാം. അവസാനം വരുമ്പോൾ നമ്മൾ കാരണം തികയ്ക്കണ്ടേ, നന്ദിയോടെ സ്തോത്രം ചെയ്തു. അത് എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ ആരാധനയ്ക്കകത്ത് ആദ്യം വരുവാൻ ആ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയത്ത് വന്നിരുന്നാൽ അതൊരു വിടുതൽ തന്നെയാണ്. ഒന്ന് കാര്യങ്ങളൊക്കെ സ്തോത്രം ചെയ്താട്ടെ. ഈ ഇടയ്ക്കൊക്കെ വന്ന് കയറുമ്പോൾ കിട്ടേണ്ടതൊന്നും കിട്ടത്തില്ല. കാരണം നമ്മളൊക്കെ ഈ ക്ഷീണിച്ചൊക്കെയാണ് നീക്കുന്നത്. നമ്മൾ ഈ പ്രസംഗം ആദ്യത്തെ കുറേ സമയങ്ങളൊക്കെ നല്ല പവറോടൊക്കെ, പിന്നെ പവർ കുറയത്തില്ലെന്നല്ല, നമ്മയോട് സ്തോത്ര സമയത്തിൻ്റെ ലഭ്യതകൾ ദൂതങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിറങ്ങി പിന്നെ നമുക്ക് ദൂതിലോട്ട് വരണം. അപ്പോൾ ആദ്യം കിട്ടുന്ന കുറേ ദൂതുകൾ അത് പിടിച്ചെടുത്താൽ അത് പിടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ശുശ്രൂഷയ്ക്കകത്തൊരു മായമൊന്നും അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സമയത്തിൻ്റെ ലബ്ധതി വരുമ്പോൾ നമ്മൾ അല്പം വേഗത്തിൽ കാര്യങ്ങൾ നീക്കും. ചിലപ്പോൾ തൊടേണ്ട ഭാഗം നമ്മൾ വിട്ടുപോകേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആരാധന പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത്രയും പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും പിന്നീട് വന്നവർക്കായി സ്തോത്രം. 1-ാം മണി വരെ വന്നവനും 3-ാം മണി വരെ വന്നവനൊക്കെ ഒരുപോലെ കൊടുക്കുന്ന മനസ്സലിവുള്ള മുഖഭിക്ഷമില്ലാത്ത ദൈവം ലേറ്റായിട്ട് വന്നവരെയും നേരത്തെ വന്നവരെയും ഒരുപോലെ അവൻ അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ വിരുന്നുവാഴി ചോദിക്കുന്നത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു, ഇത് എവിടെയാണ് മാറ്റി വെച്ചിരുന്നത്? സാധാരണ ആദ്യം നല്ലതല്ലേ കൊടുക്കുന്നത്, ഇത് അവസാനം ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇന്ന് രാത്രിയിലും അത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ ചുവട്ടടിയും നീ മുന്നോട്ട് വയ്ക്കും തോറും ഇന്നലത്തതല്ല ഇന്ന് ദൈവം നിനക്ക് തരുന്നത്, ഇന്നലെ തന്നതിനേക്കാൾ ശ്രേഷ്ഠകരം
ഭാരമേറിയതായിരിക്കും ദൈവം നിനക്ക് തരുന്നത്. അത് അനുഭവിക്കുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, വിരുന്നുവാഴി ചോദിക്കുന്നു, ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? ഇതിന്റെ ആൻസർ ഇവനകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെയാ ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? ആരോടാ ചോദിക്കുന്നത്? വീട്ടുകാരോടാണ് ചോദിക്കുന്നത്. കല്യാണ വീട്ടിലെ വീട്ടുടമസ്ഥവരോടും ചോദിക്കുന്നു, എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അവർ അന്തം വിട്ടു നിൽക്കുകയാ. ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഞങ്ങൾക്കറിയില്ല. ഇനി രണ്ട്, ഈ വെള്ളം കോരിയവരോട് ചോദിക്കാം, ഇത് എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അവര് പറയും ഞങ്ങൾക്കും അറിയില്ല. പിന്നെ ഈ വെള്ളം കൊണ്ട് കൊടുത്ത ഒരുവനുണ്ടല്ലോ, അവനോട് ചോദിക്കാം, എടാ ഇത് എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അവർക്കും പറയാൻ പറ്റുകയില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രിസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ഒരു നിഗൂഢമായ സത്യം, ദൈവം എന്ന് പറയുന്ന മഹാശക്തിയെ അത് വ്യക്തിപരമായി അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. മോശയോട് ചോദിക്കുക, മോശ പറയും, ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു. ആളി കത്തുന്ന തീക്കകത്ത് ഒരുവൻ വെളിപ്പെട്ട് ഇന്ന് രാത്രി സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ഇടപെടലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴവും അത് തന്നെയാണ്. അത് വ്യക്തിപരമായി അനുഭവിക്കുന്ന വിടുതലാണ്. അവ ആർക്കും 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 അതിനെ മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഇതെന്റെ അനുഭവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആകപ്പാടയിട്ട് നമ്മളിട്ട് കറക്കി അടിക്കുന്ന ഒരു ഭാഗമാണത്. നമുക്ക് ചോദിക്കുന്നത് എങ്ങനെ വീഞ്ഞായി? നമുക്കറിയാം. നമ്മൾ ചെന്ന് ഒരു കടയിൽ ചെന്നിട്ട് നാരങ്ങ വെള്ളം ചോദിച്ചാൽ അവരെന്തോ ചെയ്യും? ആദ്യം പച്ചവെള്ളം, അതിന് ശേഷം ആദ്യം അവർ നാരങ്ങ പിഴിയും, എന്നിട്ട് വെള്ളം ഒഴിക്കും. ഉപ്പാണെങ്കിൽ ഉപ്പ് നമ്മൾ ചോദിക്കുന്ന കാര്യം അവരിട്ട് കലയ്ക്ക് മുകളിലോട്ടൊരു അടിയടിച്ച് കൈ തരുമ്പോൾ നാരങ്ങ വെള്ളം അല്ലേ? ദൈവത്തിന് സ്തോത്രം. രണ്ട്, ഒരു വീഞ്ഞാകണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണമെന്നറിയാമോ? ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. വെള്ളം കോരാൻ പറഞ്ഞു, വെള്ളം കോരി. ആമേൻ. കൽപ്പാത്രത്തിൽ ഒഴിക്കാൻ പറഞ്ഞു, കൽപ്പാത്രത്തിൽ അത് ഒഴിച്ചു. കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു, വിരുന്നുവാഴിക്ക് കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാ ഈ വീഞ്ഞായി മാറിയതെന്ന് ഒരു പിടിയില്ല. അതെ, നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങളെ ദൈവം മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലെ. കാൽവരിയുടെ രക്തത്താലും എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയാ പാസ്റ്റേ. ദൈവത്തിന് സ്തോത്രം. എന്താകും എങ്ങനെയാകും എന്നറിയാതെ സ്നാനപ്പെട്ട് വന്ന അന്ന് രാത്രിയിൽ, കർത്തൃമേശ എടുത്തുകൊണ്ട് വന്ന അന്നത്തെ ആ ജയോത്സവത്തിന്റെ രാത്രിയിൽ വീട്ടിനകത്ത് കയറിയപ്പോൾ അപ്പം നല്ല ബീഫ് പെരട്ടി വെച്ചിരുന്നു. അതെടുത്ത് തന്നു, അതെടുത്ത് കഴിച്ചു. എൻ്റെ മുറിക്കകത്തോട്ട് കയറാൻ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കോളറിനെ പിടിച്ച് തൂക്കിയെടുത്ത് വെട്ടിവെച്ച പുളിയന്മാരെടുത്ത് എന്നെ തോരാഭി അടിച്ചു. അത് ഒടിയുന്നത് വരെ അടിച്ചു. അടിച്ചെടുത്ത് എന്നെ മുറ്റത്തിൽ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഓടി 3.5 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അലറി വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 3 ശബ്ദം, നീ അപരപക്ഷമല്ല, അവരെല്ലാം നിന്റെ പക്ഷം വന്നു ചേരും. എന്തായി തീരുമെന്നറിയാതെ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കുമ്പോൾ സ്വപ്നം പോലെ ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് ആരാധിച്ചേ. യേശുവിന്റെ നാമത്തിൽ ആരാധിപ്പിക്കുന്നവർ സമയം പോകാനല്ല, ഇതിനകത്തൊരു വിടുതൽ ചലിക്കുന്നു. എനിക്ക് വെളിപ്പെട്ട് നിൽക്കുന്ന വചനം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് ഞാൻ ആത്മാവിൽ കാണുന്നു. രുചിച്ചറിഞ്ഞവർക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയില്ല. കാലുവരയുടെ രക്തത്താൽ ജയം. ബൈബിൾ കോളേജിൽ പോയി 19ാമത്തെ വർഷത്തിൽ ഗ്രാജുവേറ്റ്, പൂജപ്പുര അസംബ്ലീസ് കോളേജ് ആദ്യത്തെ വർക്ക്. അത് കഴിഞ്ഞ് ഒരുപാട് ചർച്ചിൽ, പിന്നെ അത് കഴിഞ്ഞ് ബോംബെ, ഉറാൻ, ഐരോളി അസംബ്ലീസ് കോളേജ് ചർച്ച്, വീണ്ടും തിരിച്ച് പിന്നെ വിവാഹ ജീവിതം, കുടുംബം, പിള്ളേർ, പല രാജ്യങ്ങൾ, അവിടെ ഇവിടെ എല്ലാം പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ സത്യം പറയാം, എനിക്ക് മാനുഷിക ബുദ്ധിയിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്ര പേർക്ക് എന്നോട് സ്തോത്രം പറയാൻ പറ്റും? നടത്തിയ വിധങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല.
തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ജയോത്സവം എന്ന് പറയുന്ന ഇത്രയും മനോഹരമായൊരു ചർച്ച് ഒറ്റ ദിവസം കൊണ്ട് പൊങ്ങിയതല്ല. തേരാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ദൈവം പിടിച്ചേൽപ്പിച്ചതല്ല. മുട്ടുമടക്കി കണ്ണുനീരോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വാസത്താൽ ചുവട് വെച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇവന്റെ അടിസ്ഥാനം ദൈവം ഇട്ടു. ഇത്രത്തോളം മനോഹരമായ ഒരു ബിൽഡിംഗ് ദൈവം ഇവനകത്ത് അവയെ വളർത്തിക്കൊണ്ട് വരുവാൻ ദൈവം ഇടയാക്കിയവന്റെ പിന്നിൽ ഞാനൊരു കാര്യം പറയാം. പുറകോട്ട് നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക്, വർണ്ണിച്ചിടാതെ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാൻ അവൻ ചെയ്ത നന്മകൾ. അതിനെ ഓർത്ത് ഞാനും രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെയുടെ നാളിൽ ഉട്ടുതുണിക്ക് മറതുണിയില്ലാതെ, എന്തിന് 10 പൈസ ബാങ്ക് ബാലൻസ് ഇല്ലാതെ, കിടക്കാൻ ഒരു വീടില്ലാതെ ജീവിതത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ നിന്നെ, എന്തിന് നീ വരും എന്നറിഞ്ഞ് നിന്റെ തലയുടെ അളവെടുത്ത് ലൂസിന്റെ പട്ടണത്തിൽ കല്ല് വെട്ടി കാത്തിരുന്ന ദൈവം ഇന്ന് രാത്രി ദൈവവൈവരെ മറക്കരുത്. ഇന്നലെ നടത്തിയ വിധങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ മഹത്വത്തെ മറക്കരുത്. ഇത്രയും പേര് മതി ഈ പട്ടണത്തെ ചലിപ്പിക്കാൻ. 4-5 പട്ടണത്തിൽ പതിറ്റാണ്ടുകളായി അടക്കി വാഴുന്ന പാരമ്പര്യത്തിന്റെ കുഴിമാടങ്ങൾ അടിത്തറ ഇളക്കാൻ ഇന്ന് രാത്രി കരുത്തരായ ദൈവമക്കൾ ഇവനകത്ത് വന്നിട്ടുണ്ട്. അവരൊന്ന് കാരമടിച്ചൊന്ന് കേറ്. എപ്പോഴാ വീഞ്ഞായത്? എപ്പോഴാ വീഞ്ഞായത്? എനിക്കറിയില്ല എപ്പോഴാ വീഞ്ഞായത്. പക്ഷെ എനിക്കൊരു സത്യമറിയാം. എപ്പോഴാ വീഞ്ഞായെന്ന് എനിക്കൊരു സത്യമറിയാം. റോമാലേഖനം 4-ാം അധ്യായം 17-18 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, ഇല്ലാത്തതിനെ 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 ഉള്ളവൻ പ്രാർത്ഥിക്കണ്ട, ഉള്ളവൻ എന്ന് കൈയടിക്കണ്ടെന്ന്, ഉള്ളവൻ സ്വോത്രം പറയണ്ടെന്ന്, ഇല്ലാത്തവൻ ആരാധിച്ചു കയറ്. കരം പിടിച്ചൊന്ന് കയറ്റാൻ ഒരുത്തനുമില്ല. ജീവിതത്തിന്റെ നടുവിൽ ഒന്ന് പിടിച്ചമർത്താൻ ആരുമില്ല. 10 പൈസ തന്ന് സഹായിക്കാൻ ഒരുത്തനുമില്ല. അവരാരാധിച്ചു കയറും. ഉള്ളവൻ മിണ്ടാവിരി, ഇല്ലാത്തവൻ ആരാധിക്കട്ടെ. കാരണം ഇല്ലാത്തവന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കാൽവരിയുടെ രക്തത്താൽ ജയം. ഇന്നലെയുടെ നാളുകളുടെ ശുശ്രൂഷകയുടെ അനുഭവങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് രാത്രി എനിക്ക് പറയുവാനായിട്ടുണ്ട്. തക്കാട് ഹോസ്പിറ്റൽ വിധി എഴുതി, ഇനി നിനക്കൊരു കുഞ്ഞു കിട്ടത്തില്ല, യൂട്രസ് നിറയെ കല്ലുകൾ വാരിയിട്ടിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ ഒരിക്കലും നിനക്കൊരു കുഞ്ഞു കിട്ടത്തില്ലെന്ന് വിധി എഴുതി കയ്യിൽ കൊണ്ടുവന്നു. വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു, ഏത് കെട്ടിനെ അഴിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. 21 ദിവസത്തെ ഉപവാസത്തിൽ കാലുമടക്കി പ്രവാചകന്മാര് വന്ന് ഇവൾക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്ന് അവർക്കൊന്നും അറിയില്ല. പക്ഷെ ആത്മാവ് തലയിൽ കൈവച്ചു പറഞ്ഞു, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ കെട്ട് ഞാൻ അഴിക്കും. ഇന്ന് രാത്രി നിറഞ്ഞവരെ നിറയ്ക്കാൻ കഴിയില്ല. നിറഞ്ഞവനെ നിറയ്ക്കണമെങ്കിൽ നിറഞ്ഞിരിക്കുന്നത് ഒഴിയണം. നിറഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞാലേ നിറയാൻ പറ്റൂ. പക്ഷേ ഇന്ന് രാത്രിയിൽ നിറയാൻ ഒരു തലമുറകൾ നീ കുറിച്ചു വെച്ചോ. ഈ ദൂത ആത്മമണ്ഡലത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിലെ ഇല്ലായ്മയുടെ അടിത്തറയിൽ ദൈവത്തിന്റെ കൈ ഇന്ന് രാത്രി ചലിക്കുകയാണ്. നിന്റെ ഒഴിഞ്ഞ യൂട്രസ്, തലമുറയില്ലാതെ കെട്ടിവെച്ച കെട്ട്, കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് അലറി കരയുന്ന ദൈവവൈവരെ, ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയത്തിന് വിടുതലാണ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. രക്തത്താലും വചനത്താലും ജയം. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
റോമാലേഖനം 8-ാം അധ്യായം അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ആത്മാവ് ചിലരെ തൊടും. ഇന്ന് രാത്രി ബൈബിൾ കോളേജിൽ തിയോളജി അല്ല പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ജയോത്സവത്തിന് ഡേറ്റ് കൊടുത്തപ്പോൾ തന്നെ, കാരണം എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ബഹുമാന്യ ദൈവദാസൻ, ലോകപ്രസിദ്ധനായ ദൈവദാസൻ പല പ്രാവശ്യം വിളിച്ചപ്പോൾ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വേദന ഭാരം ചുമന്നുകൊണ്ട് നടന്ന എനിക്ക് ഇവിടെ നിന്നൊരു കോളെത്തിയപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു വിളിക്കാം. അപ്പോൾ പ്രവീൺ പറഞ്ഞു വേണ്ട, ഡാനിയൽ പാസ്റ്റർ വിളിക്കും. പറയണ്ട, ഡാനിയൽ പാസ്റ്റർ എന്നെ വിളിക്കണ്ട, ഞാൻ വന്നോളാം എന്ന് പറയാൻ കാരണം ദൈവം എന്നെ അയച്ചിട്ടാ വന്നത്. ഇന്ന് രാത്രിയിൽ എല്ലാവരും വിടുവിക്കപ്പെടില്ല, പക്ഷെ ഒരാൾ വിടുവിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ജയം. ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവാത്മാവിന്റെ ഇടപെടലിന്റെ മുന്നിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ആത്മാവിനെ ആരാധിച്ചു കയറേ. തൊടേണ്ടവരെ ഇന്ന് രാത്രി തൊടേണ്ടവരെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ഇല്ലായ്മകളെ ദൈവം തൊടും. എവിടെയാണോ മരക്കില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്, എവിടെയാണോ തീർന്നെന്ന് വിധിയെഴുതിയത്, എവിടെയാണോ തകർന്നെന്ന് വിധിയെഴുതിയത്, നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു ആത്മമണ്ഡലത്തിൽ ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് 12 പേരെ തൊടും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചും കരഞ്ഞും നിലവിളിച്ചും ഉപസിച്ചും കണ്ണുനീര് വാരി എറിഞ്ഞ് തീ കുണ്ടമായി നിൽക്കുന്ന ഈ യാഗപീഠത്തിൽ നിന്ന് ചുമ്മാതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല. ഇന്ന് രാത്രി ആത്മാവിന്റെ വെളിപ്പാടാ പറയുന്നത്. 12 പേരുടെ കെട്ടുന്ന അഴിയും. ഏത് കെട്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, പ്രാർത്ഥിച്ച് കയറാൻ കഴിയാതെ നിന്റെ കണ്ഠനാളത്തെ കെട്ടിയ, നിന്റെ തൊണ്ടയെ ബന്ധിച്ച ആ ഇരുട്ടിന്റെ കെട്ട് ആത്മമണ്ഡലത്തിൽ കയറണമെന്നുണ്ട്. പക്ഷേ ഒരടി കയറാൻ കഴിയാതെ നിന്നെ തളർത്തിയ ബന്ധനമില്ല. എപ്പോഴാ ശുശ്രൂഷ ചേഞ്ച് ആകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, എപ്പോഴാ അന്തരീക്ഷം മാറുന്നെന്ന് അറിയാൻ പറ്റത്തില്ല, എപ്പോഴാ ദൈവകൃപ ചലിക്കുന്നതെന്ന്, എപ്പോഴാ അടുത്ത ഒരു ലെവലിലേക്ക് എനിക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടമുള്ള ഒരുപാട് പദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നൊരു പദം ഉപനിധി. എന്തുവാ പറയുന്നത്? മരണത്തിന്റെ അടുക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, തീമത്യോസ്, എൻ്റെ ഉപനിധിയുടെ കാവൽക്കാരൻ റോമാ ഗവൺമെന്റിന്റെ അവയെ കാവൽക്കാരല്ല, അതെൻ്റെ കർത്താവായ യേശുവാ. ഈ ഉപനിധിയെ തകർക്കാൻ ഈർച്ചവാളിന് കഴിയില്ല. ഈ ഉപനിധി ആ നാളിൽ, ഏത് നാളിൽ? എൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും അല്ല, ഇപ്പോഴാണെങ്കിൽ ഈ തടവറയിൽ നിന്നുകൊണ്ട് എൻ്റെ ഉപനിധിയെ. മറ്റൊരു പദം, അത് പ്രാർത്ഥനാ മുറിയിൽ ഒരു പ്രസംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണത്. ഞാനന്ന് സഭയിൽ തൊട്ട് ആ ഭാഗങ്ങൾ പോയി. നന്ദിയോട് സ്തോത്രം. മറ്റൊരു പദം പഴയ നിയമത്തിലൂടെ ഇങ്ങനെയാണൊരു വാക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ചേഞ്ച് ആകുന്ന അറിയാൻ പറ്റില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാട്ടിൽ കിടന്ന് പാറയിൽ കിടന്നുറങ്ങി പവ്വാല് കടിക്കുന്ന പേരയ്ക്കയും തിന്നാടുകളുടെ കൂടെ നടക്കുന്ന ഒരുവൻ ഇസ്രായേലിന്റെ രാജാവായി തീരുമെന്ന് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. വർഷപ്പൊക്കെ ലീഡ് ചെയ്ത് ഇവിടെയൊക്കെ നിന്നുകൊണ്ട് നിൽക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റർമാരൊക്കെ ശ്രദ്ധിച്ചോളണം. എപ്പോഴാണ് നിങ്ങളെ കളം മാറുന്നെന്ന് അറിയാൻ പറ്റില്ല. അന്ന് കളത്തിൽ വെട്ടുകൊടുക്കാതെ നിങ്ങൾ മാറി ദൈവ ശുശ്രൂഷയുടെ അങ്കണങ്ങൾ ഏറ്റെടുക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടുകയാണ്. ഒന്നുശബന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു പദം എഴുതുന്നുണ്ട്. അവൻ വന്നിട്ടല്ലാതെ ഇവിടെ പന്തി നടക്കയില്ല. എൻ്റെ പൊന്നു ഭാഷ, ഞാൻ ആ വാക്യം ഇടയ്ക്കൊന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആത്മാവിലായി. ഇപ്പോൾ എനിക്കൊരു മൈക്ക് കിട്ടിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ എനിക്കൊരു മൈക്ക് കിട്ടിക്ക് കൊടുക്കാമായിരുന്നു മെസ്സേജ്. കാരണം അത്ര പവർഫുൾ ആയിരുന്നു. അവൻ വന്നിട്ടല്ലാതെ. എത്ര മിടുക്കന്മാരിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും വരേണ്ടവൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടൈമിങ്ങാ. ഇത് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. അന്തരീക്ഷത്തിന്റെ അന്യഭാഷ മാറുന്നത് ഒരുപക്ഷെ ഇന്ന് രാത്രിയാകാം. പ്രവചന കളത്തിൽ നിന്ന് പിശാചിന്റെ അടിവേര് വെട്ടുന്ന അധികാരത്തിന്റെ കൈമാറ്റം
മാറ്റം ഒരുപക്ഷെ ഇന്ന് രാത്രിയാകാം. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന നീ 3 മണിക്കൂർ പ്രാർത്ഥനയുടെ ആഴത്തിൽ ഇറങ്ങുന്നവർ. ഗ്ലോറി 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 ഗ്ലോറി. എപ്പോഴാ ഈ അനോയിന്റിംഗ് നിന്റെ തലയിൽ വന്ന് വീഴുന്നതെന്ന് ആർക്കും അറിയയില്ല. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഒരു പച്ചവെള്ളം വീഞ്ഞാങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റുകയില്ല. കാണാൻ സൗകര്യമുണ്ടോ? അതുമില്ല. പൊക്കമുണ്ടോ? അതുമില്ല. ഒരു ഫാൻ കേടായി കഴിഞ്ഞാൽ എന്ന് എഴുത്ത് വയ്ക്കാനുള്ള പൊക്കമുണ്ടോ? അതുമില്ല. പിന്നെ ഒരു കഴിവുമില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഒരു കഴിവ് നിങ്ങൾക്കില്ലെന്ന് ഓർത്തോളണം. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നിങ്ങളിങ്ങനെ പോകുന്നത്. അതെപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. ഒരു കഴിവ് നിങ്ങൾക്കില്ല, ശരിയാ, ഒരു കഴിവുമില്ല. പക്ഷേ ഈ സാധനം കൈ കിട്ടി, മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല. അതാണ് ദൈവത്തിൻ്റെ കൃപ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദാവീദ് നോക്കുമ്പോൾ രാജാവ് തുള്ളി അറിഞ്ഞ് ചാളുവയിട്ട് ഓലിച്ച് ബഹളം വയ്ക്കുക. ദാവീദ് അന്തം വിട്ട്, എന്നടാ ഇത്? ദാവീദേ, നിന്റെ കഴിവല്ല, പിന്നെ നിന്റെ കിന്നരത്തിൽ നിന്റെ കൈ അമർന്നപ്പോൾ അതിനകത്തു നിന്ന് വെളിപ്പെട്ട ദൈവത്തിൻ്റെ അനോയിന്റിംഗ്, ദൈവത്തിൻ്റെ മഹാശക്തിയാണ്. ഓരോ കൈയടിയും പിശാചിൻ്റെ ചോക്കൂറ്റിയെ അഴിച്ച് ഇന്ന് രാത്രി തകർക്കുന്നതാണ്. നീ മറക്കരുത്. ഇന്ന് രാത്രി നിനക്ക് വരെയുള്ള മന്ത്രവാദങ്ങളും, നിനക്ക് വരെയുള്ള ആഭിചാരങ്ങളും, നിനക്ക് വരെ ശുദ്രങ്ങളും, നിനക്ക് വരെയുള്ള വെല്ലുവിളികളും, നിനക്ക് വരെ പോർവിളികളും പോർഖണ്ഡനങ്ങളും ഇന്ന് രാത്രി ആത്മമണ്ഡലത്തെ തകർക്കുവാൻ ഇന്ന് രാത്രി കഴിയുന്ന ദൈവസാന്നിധ്യത്തിന്റെ വിടുതൽ ആത്മാവിൽ തിരിച്ചറിയുന്നവരെ ഇന്ന് രാത്രി അവൻ വന്നിട്ടല്ലാവേ ഇന്ന് രാത്രി അന്തരീക്ഷം മാറുകയാണ്. ആരൊക്കെയോ ദൈവാത്മാവ് തൊടുന്നു. അടുത്ത തലത്തിലേക്ക് തല ഉയർത്തി നിൽക്കത്തക്ക വിധത്തിൽ നാൽക്കവലയിൽ നിന്റെ തല ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ അതിഭയങ്കരമായ അഭിഷേകം ഇവനകത്ത് ചലിക്കുന്നുണ്ട്. ഏറ്റെടുക്കാം, ഏറ്റെടുക്കാം, ഏറ്റെടുത്താരാപിക്കാം. ഇതിനകത്ത് ഒരു വെളിപ്പാടും കൂടെ പറഞ്ഞ് നമ്മുടെ ഈ വചനത്തിൻ്റെ വേറെ ദിശയിലോട്ട് മാറി പോവുകയാണിത്. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എപ്പോഴാ ഈ പച്ചവെള്ളം വീഞ്ഞാങ്ങുന്നതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. കല്യാണം കഴിയാതെ നിൽക്കുന്ന നിന്റെ തലമുറ പോര നിറഞ്ഞ് നിൽക്കുമെന്ന് അയൽവാസി നിന്നെ കളിയാക്കി പറയുമ്പോൾ നിന്റെ തലമുറ നല്ല വസ്ത്രം ധരിച്ച് മണിയറയിൽ പ്രവേശിക്കുന്നത് കുറിച്ചു വെച്ചോ, അവരന്തം വിട്ടു നോക്കി നിൽക്കും. അതുപോലെ നീ വളരും. യേശുവിന്റെ രക്തത്താൽ ജയം. യെരിഹോവിന്റെ കോട്ടയെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വീമ്പിളിച്ചുകൊണ്ട് രാജാവ് നിൽക്കുമ്പോൾ കൊമ്പിലൂടെ പുറത്തു വന്ന ശബ്ദത്തിന്റെ മുന്നിൽ ആ യെരിഹോവിന്റെ കൊത്തളങ്ങളും അരമനകളും കോട്ടകളും തകർന്നു ഉടഞ്ഞു വീണെങ്കിൽ നിന്റെ കൈയടിയുടെ ശക്തിയിൽ നിനക്ക് വിരോധമായി കെട്ടിവെച്ച കോട്ട കൊത്തളങ്ങൾ ഇന്ന് രാത്രി തകർന്നുടയുകയാ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചു കയറ്. ആത്മസാന്നിധ്യത്തിന്റെ വിടുതലിനായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇവിടെ ആ ഒരു പദവും കൂടെ ഞാൻ പറഞ്ഞ ഭാഗം വിടാം. എപ്പോഴായി വീഞ്ഞായതെന്ന് നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷകൾ അങ്ങനെയാണ് കേട്ടോ. ശുശ്രൂഷയുടെ കളങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ശൈലികൾ മാറും, അവസ്ഥകൾ മാറും, ദൂതിൻ്റെ ആഴങ്ങൾ മാറും. കടലിൻ്റെ വിവിധമായ തട്ടുകൾ പോലെയുള്ള തട്ടുകളാണ് അഭിഷേകത്തിൻ്റെ തലങ്ങൾ. അതാണ് യെഹെസ്കേൽ 47 മുട്ടോളം അരയോളം ഇങ്ങനെ പറയുന്ന തലങ്ങൾ. അങ്ങനെപ്പെട്ട ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നത്. നീന്തിയാൽ കടപ്പാൻ കഴിയാത്ത ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. 12 ഏർ കാളയോട് ചേർന്നൊന്ന് പിടിച്ചാൽ ഇന്ന് രാത്രി 12 മണിയായാൽ യോഗം തിരികേല. അതിലോട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ദൈവശക്തി ഏറ്റെടുക്കുന്ന ദൈവജനം ഇതിനകത്തിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ 12 ഏർ കാളയോട് ചേർന്ന് ഈ രാത്രി ഉഴുതുമറിക്കാൻ ഇന്ന് രാത്രി ഒന്ന് തയ്യാറായാലുണ്ടല്ലോ. ഇന്ന് രാത്രി ദൂതിനോട് ചേർന്ന് ഉഴുതുമറിക്കുന്നവർ, ശുശ്രൂഷയോട് ചേർന്ന് ഉഴുതുമറിക്കുന്നവർ, തന്റെ ഭക്തനോട് ചേർന്ന് ഉഴുതുമറിക്കുന്ന ചിലർ ശബന വൈഡാമനാസിയ.
എപ്പോഴായി വീഞ്ഞ്, എപ്പോഴായി പച്ചവെള്ള വീഞ്ഞാകുന്നതെന്ന് ഞാൻ പറയുന്നു, ലോകത്തിലുള്ള ഒരു പ്രവാചകനും പ്രവചിക്കാൻ കഴിയില്ല. അതൊരു മർമ്മമാണത്. എപ്പോഴാ നിന്റെ കേട്ടുപോട്ടുന്നതെന്ന്. ഓ യേശുവിന്റെ നാമത്തിൽ കടവരാന്തിൽ കിടക്കുന്ന നീ കൊട്ടാരത്തിലെ വെഞ്ചാമര കട്ടിലിൽ കയറുന്നത് പറയാൻ പറ്റ, ചവിട്ടി മെതിച്ച് ചമ്മന്തിയാക്കി നിന്റെ ജീവിതത്തെ തകർത്ത തലത്തിൽ നിന്ന് നീ ഉയരുന്നത് ഇവിടെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ 21 ദിവസം മുട്ടയുടെ പുറത്തിരിക്കുന്ന കോഴിക്ക് പോലും അറിയില്ല ഇവന്റെ രൂപാന്തരത്തിന്റെ ഘടകം. പക്ഷേ 21 അറിയും. മുട്ട പൊളിച്ച് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് രാത്രി നിന്റെ അധ്വാനവും നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും നിന്റെ ഉപവാസവും നിന്റെ നിലവിളിയും, ഓ ഹല്ലേലൂയ, ഒരു ദിവസം പൊട്ടാതെ ഇരിക്കുന്ന പലത് പൊട്ടിത്തെറിച്ച് അവനകത്ത് നിന്ന് നിന്റെ പ്രാർത്ഥനയുടെ ചൂട് നിമിത്തം നിന്റെ പ്രാർത്ഥനയുടെ വിഷയം ആ തോട് പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു ദിവസം അത് തിരിച്ചറിയ ദൈവമക്കൾ ഇന്ന് രാത്രി ആരാപിച്ച് കയറിയാട്ടെ. ആ പദം കൂടെ പറഞ്ഞ് വേഗത്തിൽ കടന്നു വരാം. അവിടെ ഒരു പദം കൂടെ, ഇവൻ വന്നിട്ടല്ലാതെ. ഓ എൻ്റെ ദൈവമേ, ചെറിയ സദസ്സൊന്നുമല്ലത്. മിടുക്കന്മാർ 7 എണ്ണം നിറഞ്ഞു നിൽപ്പുണ്ട്. ഇസ്രായേലിന്റെ ജനങ്ങളെല്ലാം വന്നവിടെ കിടപ്പുണ്ട്. ഇനി ഇവിടെ പന്തി നടക്കണമെങ്കിൽ അവൻ വരണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൊച്ചുനാളിൽ കൈ പിടിച്ച ആടുകളെ കൈകളിൽ കൊടുത്ത് വനാന്തരത്തിൽ വിട്ട് സ്കൂളിൻ്റെ വരാന്തകളപ്പൻ്റെ അമ്മയുടെയും സ്നേഹങ്ങൾ പോലും ലഭിക്കാതെ വന്ന ജീവിതത്തിൻ്റെ അകത്തളങ്ങൾ ആട്ടിപ്പയിച്ച് കാട്ടിൽ ആടുകളുമായി ജീവിക്കുന്നവനെ പൊക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരുണ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കുറിച്ചു വെച്ചോ, അധിക നാള് നീ വാടക വിട്ട് കിടക്കേണ്ടി വരില്ല. നീ അധിക നാള് നിന്ദിക്കുന്നവരുടെ മടിവിൽ കിടക്കേണ്ടി വരില്ല. ഒരു ദിവസം നിന്നെ പൊക്കും. ഇനി അതല്ല രസം. ആമേൻ. ഇത് ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, മീൻസ് ഒരു വെളിപ്പാടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു. അവൻ എവിടെ? അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. കാട്ടിൽ കിടക്കുകയാന്നാ പറഞ്ഞ്. അവനെ വിളിച്ചു. അപ്പോൾ ഈ ഭൃത്യൻ ചെന്ന് ദാവീദേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൻ്റെ വനാന്തരത്തിൽ കിടക്കുന്ന ദാവീദ് ഈ ശബ്ദം കേട്ടു. അപ്പം പറഞ്ഞു, നിന്റെ അപ്പൻ നിന്നെ വിളിക്കുന്നടാ എന്ന് പറഞ്ഞു. അപ്പൻ നിന്നെ വിളിക്കുന്നു. അപ്പൻ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആടുകളെ സുരക്ഷിത സ്ഥലത്ത് ദാവീദ് നിർത്തിയതിന് ശേഷം ദാവീദ് കാട്ടിലൂടെ ഓടുകയാണ്. കാട്ടിലൂടെ ഓടുമ്പോൾ ദാവീദ് അറിയുന്നില്ല ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുകയാണെന്ന് ദാവീദ് അറിയുന്നില്ല. ഇന്നത്തെ ഞായറാഴ്ച ഇവിടെ വെളിപ്പെട്ട ദൈവസാന്നിധ്യം ഏറ്റെടുത്തിട്ട് നല്ലപോലെ ആഹാരമൊന്ന് കഴിച്ച് നാളെ ജോലിക്ക് പോകണമല്ലോ എന്ന് കരുതി കട്ടിലൊന്ന് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിച്ചു. ഞാനും അങ്ങനെ തന്നെ. കാരണം ശാരീരിക ക്ഷീണം എനിക്കുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ചെന്ന് കിടന്നു. ആമേൻ. മുതൽ നോക്കിയപ്പോൾ 5 മണി. കുറച്ചുകൂടെ ആകട്ടെ. അപ്പോൾ 5:30 5:30 പിന്നെ 6 മണിയായി. 6 മണിയായപ്പോൾ എൻ്റെ മോൻ നല്ല ഒരു ബ്രെഡും ഒക്കെ ഒന്ന് പൊരിച്ച് ഒരു ചായയൊക്കെ അവൻ കൊണ്ടുവന്നു. കുടിച്ചോണ്ടിരുന്ന് 6:30 മണി. എൻ്റെ തൂങ്ങാൻ വരെ എത്തിയപ്പോൾ പ്രവീൺ വിളിക്കുന്നു. യേശുവാസോ ആരോ പ്രവീൺ ആരോ യേശുവാസ് ആരാത്? യേശുവാസിനെ വിളിക്കുന്നത്. എവിടെ എത്തിയത്? യേശുവാസ് വിളിക്കുമ്പോൾ 6:30 മണിക്ക് തൂങ്ങാൻ പറ നിൽക്കുന്നേ ഉള്ളൂ. അത്ര ക്ഷീണമാണ്. പിന്നെ എന്താ ഓടി വന്നതിൻ്റെ രഹസ്യം എപ്പോഴായി ശുശ്രൂഷ ചേഞ്ച് ആകുന്നത് അറിയാൻ പറ്റില്ല. പിടികിട്ടിയില്ലല്ലേ? അനുഗ്രഹീതനായ ജയോത്സവത്തിൻ്റെ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ചേഞ്ച് ആകും. പോരാ, അതിന് ഈ കയ്യടി പോരെന്നേ. നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിൽ നീ ഓടി വന്നത് ഈ ദൈവഭൃത്യൻ്റെ ആലയത്തിൽ വന്ന് ഒന്ന് ശുശ്രൂഷിപ്പാൻ ഒരു ഭാഗ്യം കിട്ടിയത് ശുശ്രൂഷയുടെ അടുത്ത ലെവലാണ്, അടുത്ത ഒരു കളത്തിലേക്ക് മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രക്തത്താലും വചനത്താലും ജയം, കാലുവരയുടെ രക്തത്താലും ജയം. പറഞ്ഞു വരെ താല്പര്യം, വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ നീ ഇവിടെ ഓടി ഈ ഞായറാഴ്ച രാത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ആരാകുന്നു എന്ന് നീ അറിയാതെയാണ് ഈ രാത്രി വന്നിരിക്കുന്നത്. പക്ഷേ കുറിച്ചു വെച്ചോ, ഇന്നത്തെ ദിവസം നീ ഇന്നറിയും
ഇല്ലെങ്കിൽ നാളെ അറിയും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒന്നുകൂടി ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി തീരാൻ പോകുകയാണെന്നും കാട്ടിലോട് ഗുഡ് ബൈ പറഞ്ഞ് കൊട്ടാരത്തിലോട്ട് വെഞ്ചാമരക്കട്ടിൽ കിടക്കാൻ പോണെന്നും രാജാവിൻ്റെ മകളെ കല്യാണം, ഇതൊക്കെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ ആലോചിക്കുകയാണ്, ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷേ വിളി കിട്ടിയപ്പോൾ തന്നെ നീ വരാൻ തയ്യാറായതാണ് നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വിടുതൽ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് ഒരു ജാതി പുറപ്പെട്ടു വരുമെന്ന് പറയുകയും ആ ജാതി ഉത്ഭവിച്ചു വരാൻ എന്തിന് അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ആ വിളി കേട്ട് കാലെടുത്ത് വെച്ചതാണ് ഇന്നത്തെ ഇസ്രായേൽ. നാളെ എന്തായി തീരുമെന്ന് നീ അറിയാതിരിക്കുമ്പോൾ ഇന്നെടുത്ത് വെച്ച കാൽ ചുവടുകൾ നാളെ ആരായി തീരും എന്നതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദാവീദ് നാളെ എന്തായി തീരും എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ഞാൻ ആകാൻ പോകുന്നു എന്നറിയാതെ ദാവീദ് ഓടി വരുമ്പോൾ, ഏകദേശം എൻ്റെ ഒരു വെളിപ്പാടനുസരിച്ച് ഈ കാട്ടിൽ നിന്ന് ഓടി വരുന്നൊരു 1 കിലോമീറ്റർ എത്താൻ നേരത്ത് ഈ ശമൂവേൽ പ്രവാചകന്റെ കയ്യിലിരുന്ന് ഈ തൈലക്കൊമ്പ് തിളയ്ക്കുകയായിരുന്നു. അത് ബൈബിളില്ലാത്ത കാര്യമാണ്, പക്ഷെ എൻ്റെ ഒരു വെളിപ്പാടാ. എന്ന് പറഞ്ഞാൽ, നല്ല ആരാധിക്കുകയും ദൈവകൃപയുള്ള പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ദൈവകൃപ ഏറ്റെടുക്കുന്ന ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിച്ച സമയം മുതൽ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നത് വരെ നമ്മുടെ അകത്തളത്തിൽ ഒരു ഭയങ്കര അഭിഷേകത്തിൻ്റെ തിളയുണ്ടാകും. ആ മീറ്റിങ്ങിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്, അതിനകത്ത് ദൈവകൃപയുണ്ട്. അതാ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ വെള്ളം കാണുമ്പോൾ മീനുകൾ എടുത്ത് ചാടുന്നത് പോലെ, അവ സന്തോഷിക്കുന്നത് പോലെ, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന്റെ ചലനങ്ങൾ ഇന്ന് രാത്രി എന്റെ ശരീരത്തിൽ അത് വെളിപ്പെട്ടു നിൽക്കും. ചുരുക്കി ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാവീദ് അവിടെ നിന്ന് വരുമ്പോൾ ദാവീദിനെ കണ്ടിട്ടില്ല, ദാവീദിനെ കുറിച്ച് കേട്ടുപോലുമില്ല. ഒരുത്തനുണ്ട് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദിനെ കണ്ടിട്ട് പോലുമില്ലാത്ത പ്രവാചകൻ തൈലക്കൊമ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൈലക്കൊമ്പ് കടന്ന് കുലുങ്ങുകയാണ്. അപ്പോൾ ശൗമന് മനസ്സിലായി, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാകുന്നവൻ വരുന്നു എന്ന് പറഞ്ഞാൽ, കാട്ടിൽ കിടക്കുന്നവന്റെ ചേഞ്ചിങ് രാജാവായി മാറുന്നത്. ഇതിന്റെ ടൈമിങ്ങിനെയാണ് പറയുന്നത്. ദാവീദ് പോലും അറിയാതെ ദാവീദ് രാജാവായി മാറി. ഇന്ന് രാത്രി നീ അറിയാതെ ചിലത് നിന്നിൽ സംഭവിക്കപ്പെടുമെന്നാ പറഞ്ഞേ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചില മാസങ്ങൾക്ക് മുമ്പ് പാസ് ഇന്ന് പോയ സ്ഥലത്തിൻ്റെ കുറച്ചടുത്ത് ഇതുപോലത്തെ ഒരു മീറ്റിംഗ് നിൽക്കുമ്പോൾ മക്കളില്ലാത്തവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഒരുപാട് പേര് വന്നു. അവരിൽ ഒരു സഹോദരിയുടെ തലയിൽ സഹോദരനും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാന്ന്? 12 കൊല്ലമായി മക്കളില്ല. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, മക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് മക്കളില്ല, വേറെ മക്കളില്ല, ഇല്ല. പിന്നെ ദൈവം എന്നെ മക്കളെ കാണിക്കുന്നുണ്ടല്ലോ, കുഞ്ഞിനെ കാണിക്കുന്നുണ്ടല്ലോ, ദൈവം എന്നെ കുഞ്ഞിനെ കാണിക്കുന്നു. അപ്പോഴും അവർ പറയുന്നു, ഞങ്ങൾക്ക് മക്കളില്ല. ഞാൻ എത്ര വർഷമായി? 12 വർഷം. എന്തായിരുന്നാലും അടുത്ത വ്യക്തിക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവരെന്തെന്നറിയാമോ? ഇവർ പോകുന്ന വഴിക്ക് പാസ്റ്റർ പറഞ്ഞില്ലേ മക്കളുണ്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് പോയാൽ. ഇവർ നേരെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 1.5 മാസം കൺസീവ്. അവരറിയാതെ വാക്തത്വം അവരിൽ ഉരുവായി. എത്ര സംഭവങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യേസ്, നീ അറിയാതെ നിന്റെ തലമുറയിൽ അടുത്ത വാക്തത്വം നിറവേറും. നീ അറിയാതെ അടുത്ത ലെവലിലോട്ട് കയറും. നീ പോലും അറിയാതെ സഭയുടെ അടുത്ത വളർച്ചയിലേക്ക്, അടുത്ത ഒരു സീസണിലേക്ക്, ഇന്ന് രാത്രി ജയോത്സവം ചർച്ച് അടുത്ത ഒരു ലെവലിലേക്ക് മാറുകയാണ്.
അനുഭവിക്കുന്നവർ ആരാപിച്ചു കയറ്. ഇന്ന് രാത്രി ദൈവകൃപ ചലിക്കട്ടെ. ഇവനകത്ത് ബന്ധനങ്ങൾ പോട്ടട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ തകരട്ടെ. തലയിലെടുത്ത് തൈലക്കൊമ്പ് പൊട്ടിച്ച് ഈ തൈലാഭിഷേകം ദാവീദിന്റെ മേൽ വീഴുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരും ഭാരപ്പെടണ്ട. ചിലപ്പോൾ ഇന്ന് രാത്രിയാകാം ഒരു വിടുവൽ ചലിക്കുന്നത്. പറയാൻ പറ്റത്തില്ലെന്നേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ന് 16 വയസ്സ് ഗുണശീലൻ എന്ന് പറയുന്ന അനുഗ്രഹവനായ അസംബ്ലീസ് ഒക്കെ കൂടി ചേർത്തൊരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ ചെന്നിരിക്കുകയാണ്. അന്ന് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അനുഗ്രഹവനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ജി ലാസർ സാർ എന്നാണ് പേര്. ഇന്ന് നിത്യതയിൽ ആ ദൈവദാസൻ വിശ്രമിക്കുന്നു. ഞാൻ അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ അന്യഭാഷ കയ്യടി ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നു. ഞാൻ അവനകത്ത് ഇരിക്കുന്നു. എൻ്റെ പപ്പയുടെ അനുജനാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ CSC ഒക്കെ വിട്ടു വരുന്ന ഒരു സന്ദർഭമാണ്. നമുക്ക് ഈ ബന്ധുക്കോസ് അനുഭവത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അന്യഭാഷയൊക്കെ പറയുമ്പോൾ പട എന്നൊക്കെ അടിക്കുന്ന ഈ ശബ്ദം കൊണ്ട് ചില പേടിയുകൊണ്ട് വിറയിൽ പിടിച്ച് ആൾക്കാരിങ്ങനെ കൈ വീശി അടിക്കും. ഇതെല്ലാം എൻ്റെ മണ്ടേ കയറുമോ എന്നുള്ളൊക്കെ പേടി. ഞാനിങ്ങനെ വിറച്ചൊക്കെ ഇരിക്കും. കാരണം ഒന്നും അറിയില്ല. മനസ്സിലായില്ല അല്ലേ? നീ അറിയാതെ നിന്റെ ലൈഫിനകത്ത് ചിലത് വീഞ്ഞായി മാറും. അത് വിട്ടുകളയരുത്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററുടെ സാറിനൊരു പ്രത്യേകതയുണ്ട്. ജി ലാസർ സാർ എന്നാണ് പേര്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എംപ്ലോയ്സ് പ്രയർ ഫെലോഷിപ്പിൻ്റെ ഒക്കെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ അന്നുകൊണ്ട് ട്രിവാൻഡ്രം പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് വലിയ മീറ്റിങ്ങുകളൊക്കെ ട്രിവാൻഡ്രം പട്ടണത്തിൽ വെച്ചിട്ടുണ്ട്. അനുഗ്രഹീതനായ ഒരു ആയിരുന്നു ജി ലാസർ സാർ അവர்கள். ദൈവത്തിന് വൈസി മന എന്നൊക്കെ പറഞ്ഞൊരു ഭാഷയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും മറക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ ദൈവദാസൻ ഈ പ്രസംഗ മധ്യത്തിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇങ്ങനെ പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂത്, ഇന്ന് ഇവിടെ ഒരു യുവാവ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. അവനെ പ്രവാചകനാക്കും. അവനെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലെത്തെറിയും എന്നും പറഞ്ഞു കുറേ ദൈവശബ്ദങ്ങൾ അങ്ങ് പറഞ്ഞൊരു കാറ്റ് വന്ന് അടിക്കുന്നത് പോലെ ഈ ദൈവ മനുഷ്യൻ എൻ്റെ തലയിലോട്ട് കൈവച്ചു. എൻ്റെ പാസ്റ്ററേ, ഇപ്പോഴും ആ ശക്തി എന്നിലുണ്ട്. ഞാനൊന്ന് വിട്ടുകൊടുത്താൽ എന്നെ എടുത്ത് എറിയും. ഞാൻ പിടിച്ച് നിൽക്കുക ഇതിനകത്ത്. ഇന്നും ആ ശക്തി പോയിട്ടില്ല. 3 മണിക്കൂർ ഒരു പവർ വന്ന് കയറി. പാസ്റ്റേ, എൻ്റെ ഉള്ളിനകത്ത് നാണക്കേടാ. പെൺപിള്ളേർ കാണുകയല്ലയോ, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നാണക്കേടാണ്. പിള്ളേരൊക്കെ ഇരിക്കുന്നു. ഇവർ എന്നെ കയ്യും കാലും വിട്ട്, ഞാൻ പറഞ്ഞില്ലേ, കയ്യും കാലും വിട്ട് ഒടിപ്പിക്കുക. അന്നാണ് ജീവിതത്തിൽ കാലിട്ടടിച്ചത്. കയ്യും കാലും വിട്ട് എന്നെ ഈ ശക്തി വിടില്ല. ഇതൊന്നെ ആകാശത്ത് കൊണ്ടുപോയി നീല, പച്ച, ചുവപ്പ് ഇങ്ങനെയുള്ള കളറുകൾ, രക്ത കളറിൽ എഴുതിയ ബാനറിൽ ദൈവ വിളി, ഇതെല്ലാം കണ്ട് ശക്തി കുറഞ്ഞു വരുമ്പോൾ ഈ പാസ്റ്റർ സാറ് വന്ന് വീണ്ടും കൈവയ്ക്കും. ഇത് കൈവയ്ക്കുമ്പോൾ വീണ്ടും എന്നെ എടുത്തെറിയും. 3 മണിക്കൂർ കഴിഞ്ഞ് അവിടുത്തെ പാസ്റ്റർ എന്നോട് പറയുന്നു, ബൈജു, നിന്നെ അഭിഷേകത്താൽ നിറച്ചു. മാത്രമല്ല, നീ വിളിച്ചു പറഞ്ഞത് പ്രവചനങ്ങളായിരുന്നു. എപ്പോഴാ നീ വീഞ്ഞാങ്ങുന്നെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ 8:53 എപ്പോഴാ ചേഞ്ച് ആകുന്നതെന്ന് നിന്റെ നാവിനകത്ത് പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ആവനാഴിയിലെ ഒരു അമ്പായി മാറാൻ ഇന്ന് രാത്രി ആരുടെ മേലാണ് ഈ അഭിഷേകം വന്ന് വീഴുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി എനിക്കറിയാം, ഇവനകത്ത് 12 പേരുടെ മേൽ ദൈവത്തിന്റെ കൈ ചലിക്കുന്നു. അത് ആരാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവകരം ചലിക്കുന്നു, ആത്മമണ്ഡലം ചലിക്കുന്നു, ദൈവശക്തി ഇവനകത്ത് ചലിക്കുന്നു. ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചു കയറിക്കോ. പെന്തിക്കോസ്തിന്റെ 4ാമത്തെ 2ാമത്തെ 3ാമത്തെ 1ാമത്തെ തലമുറ അല്ല ഞാൻ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ
അന്ന് പ്രവചിച്ച പ്രവചനങ്ങൾ, അന്ന് എന്നെ പാസ് ഒരിടത്ത് കൊണ്ടിരുത്തും, എന്നിൽ ദൈവശക്തി വരും, ഞാൻ പ്രവചിക്കും. അന്നത്തെ ദൂതും ഇന്നത്തെ ദൂതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അന്ന് നമുക്ക് എന്താ അത് തരുന്നത് പോലെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉയർന്നെന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതെപ്പോഴായി ശുശ്രൂഷകൾ ചേഞ്ച് ആയതൊന്നും എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ചോദിക്കാം, വെള്ളം കോരിയവനെ എപ്പോഴാ വീഞ്ഞായത്? അവൻ പറയും എനിക്കറിയില്ല. വെള്ളം കോരിക്കൊണ്ട് കൊടുത്തവനെ എപ്പോഴാ വീഞ്ഞായത്? അവനും പറയും എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് ഒരാൾ പറയും, വിരുന്നുവാഴി, ഞാൻ രുചിച്ചു, ഞാൻ കുടിച്ചു, ഞാൻ രുചിച്ചപ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ കൈയടിക്കാതെ ഒരുത്തം ഫ്രണ്ടിൽ കയറി ഇരുന്നാൽ അവനെ കൈയടിപ്പിച്ചിട്ടേ പോകൂ. RCC വരെ പോകും നമ്മൾ. അതുവഴി കറങ്ങി വരുമ്പോൾ അവൻ കൈ അടിച്ചിരിക്കും. പ്രായമുള്ളവരെ കുറിച്ചൊന്നുമല്ല ഞാനിവിടെ ശ്രദ്ധിക്കുക, പ്രായമുള്ളവരെ കുറിച്ചൊന്നുമല്ല ഞാൻ. നല്ല തൻ്റെ ഇടവും ആരോഗ്യവും കൈമിഴുക്കും. സച്ചിൻ സിച്ചടിക്കുമ്പോൾ കൈയടിക്കുന്നവൻ പള്ളിക്കകത്ത് കയറി വന്നാൽ ശവപ്പെട്ടി പോലെ ശവപ്പറമ്പിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് സ്വല്പ പ്രയാസം വരും. ഇതെല്ലാം കണ്ടിട്ടല്ലേ നമ്മൾ വന്നത്. യേശുവിൻ്റെ രക്തത്താൽ ജയം. നിന്നെ ഇവനകത്ത് കൊണ്ടുവന്നിരുത്തി അതിൻ്റെ കെട്ടടിക്കാനല്ലേ? ആ വിധത്തിൽ ആത്മാവിന് വിധേയപ്പെട്ട് കൊടുത്താൽ, താങ്കൾ വിടുവിക്കപ്പെട്ടാൽ അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഒരുപാടുണ്ടെന്നേ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാറില്ല. അതിൻ്റെ കാരണം രുചിച്ചറിയുന്നവൻ അവൻ അങ്ങ് ആരാപിച്ചോളും. അവിടെ കൈയടിക്കേ ചാടേ പിടിക്കുന്നൊന്നും പറയണ്ട. അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവൻ. ഓ, ഇന്ന് രാത്രിയിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായവനേക്കാൾ അധികം സന്തോഷം യഹോവ എന്റെ ഹൃദയത്തിൽ തന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിച്ചൊന്ന് കയറേ. ഈ രാത്രിയിൽ അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പിന്മാറ്റത്തിൽ പോയ ഇസ്രായേലിന് 2 അടി കൊടുക്കുവാൻ വടിവെട്ടി അസ്സറിയുടെ കയ്യിൽ കൊടുക്കുമ്പോഴും അരുമനാവൻ പറയുന്നു, മടങ്ങി വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലവനാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കോട്ടയാണ്. 3, ഞാൻ നിങ്ങളെ അറിയുന്നു. രക്തമൊഴുക്കി കട്ടളക്കാലിൽ കുറുമ്പടി മേലും തളിച്ച് പറവനെ മൂക്ക് കൊണ്ട് ഇക്ഷ എഴുതിപ്പിച്ച് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന എനിക്ക് നിങ്ങൾ ആരെന്നറിയാം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് സ്തോത്രം മല്ല് പിടിച്ച് നിന്റെ അപ്പന്റെ ഹൃദയത്തിനകത്തത്തിൽ നിരൂപണങ്ങൾ മനസ്സിലാക്കി രൂപാന്തരത്തിന്റെ ഉന്നമനത്തിൽ കൊണ്ടുവന്ന് യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേലാക്കി മാറ്റി. എന്തിന്? യാബോക്ക് കടവ് കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി യാബോക്ക് കടവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് യാബോക്ക് കടവല്ല, ഇത് അനുഭവത്തിന്റെ ആഴങ്ങൾ ആത്മാവിൽ കൈയടിച്ചൊന്ന് കേറുന്നേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അനുഭവത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുന്ന ദൈവകൃപയുടെ അനന്തമായ സാന്നിധ്യം ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത്. നിന്റെ കണ്ടനാളങ്ങളെ തുറക്ക്, നിന്റെ നാവ് തുറക്ക്, നിന്റെ ശബ്ദം തുറക്ക്. ഇന്ന് രാത്രി നിന്റെ മെയ്യൊന്ന് അനങ്ങട്ടെ. ഈ രാത്രി നിനക്ക് ആത്മാവിന്റെ തിരുസാന്നിധ്യം. ഓ, രക്തം ജയം, രക്തം ജയം. അനുഭവങ്ങൾ ഏറ്റുവാങ്ങി അമ്മച്ചുമാർ ഇവിടെ ഇരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്. ചാടി നമുക്കൊന്ന് എഴുന്നേൽക്കാം, വേഗത്തിൽ എഴുന്നേൽക്കാം. കാൽവരിയുടെ രക്തത്താൽ ജയം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, എല്ലാവരും വായൊന്ന് തുറന്ന് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇതൊക്കെ ചിലപ്പോൾ നമുക്കൊരു ചെറിയ എന്താ പറയുന്നത് ഒരു അന്തരീക്ഷമൊക്കെ ചിലപ്പോൾ മാറി ഒക്കെ വരുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ പുറകോട്ടൊന്ന് നോക്കിയാൽ ഇന്ന് രാത്രി നടത്തിയ വിധങ്ങൾ, തകർന്നു പോകേണ്ട എത്രയോ സന്ദർഭങ്ങൾ, നാം ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറവുകളും വെച്ച് നോക്കിയാൽ അടിയത്ര കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ദൈവം നല്ലവനായി നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വാ തുറന്ന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ആ സ്തോത്രം പറഞ്ഞാട്ടെ. ഓ രക്തത്താൽ ജയം. നിങ്ങൾ ആരും ഇപ്പോൾ കൈയടിക്കണ്ട. എല്ലാവരും ആ സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ 12 പേരെ കാണിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വിടുതലില്ലെന്നല്ല, പക്ഷേ 12 പേരാരാണെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി വിട്ടേച്ച് വന്ന നിന്റെ കൂടാരത്തിനകത്ത് പതുങ്ങിക്കിടക്കുന്ന ദുരാത്മാവ് ഇന്ന് രാത്രിയിൽ തീ ആളി കത്തുമ്പോൾ അത് കത്തി ചാമ്പലായി മാറും. നിന്റെ ഭവനബലത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ചില പോരുകൾ യേശുവിൻ്റെ രക്തത്താൽ ജയം. ഞാൻ ചില വെളിപ്പാടുകൾ ആത്മാവിനെ കാണിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം കരമുയർത്തിയാൽ മതി. നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം തന്ന വെളിപ്പാടുകളും ദൂതുകളും ആലോചനകളും അനുസരിച്ച് എനിക്ക് മുന്നോട്ട് ഒരടി വയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ആ കെട്ട്, ആ ബൗണ്ടറി ഒന്ന് വിട്ട് അഴിഞ്ഞ് അടുത്ത ഒരു തലത്തിലോട്ട് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി പിടിക്കാം. മുന്നോട്ട് വരണ്ട, അവിടെ നിന്നാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ ആ കൈ താഴ്ത്തിടരുത്, കൈ താഴ്ത്തരുത്, ആ കൈ ഉയർന്നിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം. എപ്പോഴാ നീ വീഞ്ഞാകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ രുചിക്കുന്നവനറിയാം ഇത് വിടുതലാ, ഇത് ദൈവപ്രവൃത്തിയാ. ഇന്നലെ വരെ കുടിക്കാത്തത് ഞാൻ അനുഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, കൈ താഴ്ത്തരുത്. ആത്മീകത്തിന് നിങ്ങൾ മുൻസ്ഥാനം കൊടുത്താൽ ബാക്കിയെല്ലാം നമ്മുടെ പുറകാലെ വരും. ആത്മാവിൽ ആരാധിച്ച് കയറിയാൽ നീ തളർത്ത് കേറും, സംശയമില്ല. നിന്നിലെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ അനുവദിക്കാതെ വണ്ണം നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു കെട്ടിയ ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. എന്നെ ഈ സഭയുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പാടിനെ കാണുന്നു പാസ്റ്ററേ. ഉയരത്തിൽ നിൽക്കുന്ന മോശ അടിവാരത്തിൽ ഇറങ്ങുമ്പോൾ അടിവാരത്തിൽ കിടക്കുന്ന കൊമ്പ് കണ്ട മോശയ്ക്ക് മനസ്സിലായി ഇത് മിസ്രയീമിലെ കാളക്കൂട്ടിയാ. ഇന്ന് രാത്രി ഈ ദൈവസഭയ്ക്ക് വിരോധമായി അടിത്തട്ടിൽ എവിടെയോ കൊമ്പ് കുലച്ച് കേറി വരുന്ന ഒരു ദുരാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. മലയാള സർവീസ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് സർവീസ്, ഇംഗ്ലീഷ് സർവീസ് കഴിയുമ്പോൾ ഹിന്ദി സർവീസ്, ഇങ്ങനെ മാറി മാറി മാറി. എന്തിന്? ഈ പ്രവചനം കുറിച്ചു വെച്ചോ, 24 മണിക്കൂറും ഈ ആലയം അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ആരാധന വർഷങ്ങളോളം മാസങ്ങളോളം ഉയരുന്ന ദിനരാത്രങ്ങൾ വരാൻ പോകുന്നു. കരങ്ങൾ താത്തിടാം. ഞാനൊരു വെളിപ്പാട് ഈ സഭയെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ സഭയെ ദൈവം നടത്തി. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഞായറാഴ്ച വൈകുന്നേരത്തുള്ള മീറ്റിംഗ് ഇത് മാറ്റല്ലേ പാസ്റ്ററേ? നന്ദിയോടെ സ്തോത്രം. അറിഞ്ഞ് ജനം വരും, അറിഞ്ഞ് ജനം വരും. എന്നോട് ദൈവാത്മാവ് ചില ദൂതുകൾ പറയുന്നത്, ഈ ആലയം ഇരിക്കുന്ന 10 കിലോമീറ്റർ ഉള്ളിൽ അനേക വീടുകൾ ഇവിടത്തെ ദൈവമക്കൾ എഴുതി വാങ്ങിക്കും. യേശുവിന്റെ രക്തത്താൽ വർഷങ്ങൾ പഴക്കമുള്ള വീടുകളെ മേടിക്കും. എന്നിട്ട് അതിരോ ഇടിച്ചു നീട്ടി കല്ലിടുമെന്ന്. എന്തിന്? 21-40 ഉപവാസങ്ങൾ ഈ ജയോത്സവത്തോടുള്ള ബന്ധത്തിൽ മടക്കുകയും
വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ നിന്ന്, ഇസ്രായേലിൽ നിന്നുപോലും വിവിധ രാജ്യങ്ങളിൽ വന്ന് ഈ ആമേൻ സഭയുമായി ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനാ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇവിടെ ആരാധിക്കാൻ വരുന്ന, ഉപവാസത്തിന് കൂടുന്ന നാളുകൾ വിദൂരമല്ല. എന്റെ യേശു വന്നില്ലെങ്കിൽ 2028 കേറുമ്പോ ഭൂതങ്ങൾ അലറും, വീൽ ചെയറുകൾ എടുത്തെറിയും, മരിച്ചെന്ന് വിധിയെഴുതിയ കേസുകൾ ഇവിടെ വന്ന് വിടുതൽ പ്രാപിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ പട്ടണത്തിൽ ചലിക്കുന്നത് ഇന്ന് രാത്രി ദൈവാത്മാവെന്നെ കാണിക്കുന്നു. അച്ഛന്മാര് ലോക ഊരി വന്ന് സ്നാനപ്പെടും. വിവിധ സ്റ്റാർ വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് സ്നാനപ്പെടും. കതറധാരികളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും പിന്നീട് അവരും ഈ ആലയത്തിന്റെ അംഗങ്ങളായി മാറും. വിശ്വസിക്കും എത്ര പേരുണ്ട്? ഈ ചർച്ചിന് നിരവധി ബ്രാഞ്ച് വർക്കുകൾ, സ്കൂളിൽ നിന്ന് പിള്ളേരെ കയറ്റിക്കൊണ്ടുവരാൻ ബസ്സുകൾ ഓടുന്നത് പോലെ ജയോത്സവത്തിന്റെ പേര് പറഞ്ഞുള്ള വാഹനങ്ങൾ ഈ തിരുവനന്തപുരം പട്ടണത്തിലൂടെ ഓടും. ആത്മാവിനെ കാണുന്നു. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ചേർത്തടിച്ച് കാൽവരയുടെ രക്തത്താൽ ജയം. അത്ഭുതമനുഷ്യ അന്യഭാഷകളിൽ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ ആരാധിക്കും. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കാനാതാ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന്. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, നദിയൊഴുകാനോ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കാനാതാ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കാനാതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ മുൻമഴ നൽകേണം, മാലിന്യം പറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാനോ. മുൻമഴ നൽകേണം, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാനോ. ചൈതന്യം നൽകേണോ, ചൈതന്യം നൽകേണോ. മുട്ടോളമല്ല അരയോളം നദിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കാനാകാ. ഓ നീന്തിയിട്ട
ഇന്ന് തുറക്കതല്ലാതെ Oh, Jesus. 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 യേശുവിന്റെ നാമം എല്ലാം മുഴങ്കാലും മടങ്ങുന്ന നാമം. രാത്രി ഓ രബ ശാന്തരബ രബ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മശക്തിയുടെ വലിയ വ്യാപാരം, ആത്മശക്തിയുടെ വലിയ വ്യാപാരം, ആത്മശക്തിയുടെ വലിയ വ്യാപാരം, ഒരു വലിയ ഒഴുക്ക്. ഓ ഓരോ ശരീരത്തിലേക്കും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ദാനം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്തൃദാസനെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ആത്മശക്തിയുടെ വലിയ വ്യാപാരം അനുഭവിക്കാൻ ഇവിടെയാക്കി. വചനത്തിന്റെ വലിയ വെളിപ്പാട് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കേട്ടോ അതിനു മുമ്പാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടുള്ള സഭയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത ജ്യോതിഷിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.